സന്ധ്യ മയങ്ങി. സൂര്യന്റെ പൊൻകിരണങ്ങൾ എങ്ങോ അലതല്ലി. വൃക്ഷവേരുകൾ നിറഞ്ഞ ആ കാട്ടുപാതയിലൂടെ അവൾ മുന്നോട്ടേക്ക് നീങ്ങുകയാണ്, ആരെയോ തേടുന്നത് പോലെ. മാരടത്തിലെ വീർപ്പ് തുള്ളികളെ മറച്ചുകൊണ്ട് അവളുടെ കാർക്കൂന്തലുകൾ അങ്ങിങ്ങായി പാറി നടക്കുന്നു. എങ്ങു നിന്നോ ഒരു തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതിൽ നിർവികാരമായി ഇലകളും നൃത്തമാടുവാൻ ആരംഭിച്ചു. പതിയെ നീല വെളിച്ചം വനത്തിന്റെ എല്ലായിടത്തും ചെന്നെത്തി. ആമ്പൽ പുഷ്പങ്ങൾ പൂത്തു തുടങ്ങി. പാരിജാത പൂക്കളുടെ പരിമളം അവളിലെ സ്ത്രീത്വത്തെ തട്ടി ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ആ കാട് കിടുങ്ങുമാറ് ഒരു അട്ടഹാസമുയർന്നു. എന്താ ഇത്രയും വൈകിയത്? ദുർദേവതകളെ പ്രീതിപ്പെടുത്താനുള്ള കർമ്മക്രിയയാണെന്നത് അറിയില്ലെന്നുണ്ടോ നിനക്ക്? തമ്പാൻ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. മണ്ണിക്കണം, ഈ പൊട്ടിപ്പെണ്ണിന് ഒന്നും അറിയില്ല. കുടലിൽ തള്ളയ്ക്ക് സൂക്കേടാണ്, അതാ വൈകിയത്. കൈകൂപ്പിക്കൊണ്ട് അവൾ പറഞ്ഞു നിർത്തി. അധികമായി മദ്യസേവ നടത്തിയ തമ്പാൻ പക്ഷേ ഇതൊന്നും ചെവികൊണ്ടില്ല. അയാളുടെ രക്തചുവപ്പുള്ള കണ്ണുകൾ അവളിലെ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കർമ്മക്രിയ തുടങ്ങി ഇന്നേക്കും 7-ാം നാൾ. ഇന്നത്തെ തന്ത്രക്രിയ കഴിഞ്ഞാൽ അതിൽ ദുർദേവത പ്രീതിപ്പെട്ടാൽ ഞാൻ കൂടുതൽ ശക്തി പ്രാപിക്കും. ഇതും പറഞ്ഞ് തമ്പാൻ മുന്നിലിരുന്ന അഗ്നികുണ്ഡത്തിലേക്ക് തന്റെ പക്കലെ തന്ത്രപ്പൊടികൾ വാരി വിതറുവാൻ തുടങ്ങി. അവളും തീകുണ്ഡത്തിന്റെ അടുത്തായി സ്ഥാനം പിടിച്ചു. അഗ്നിയിൽ നിന്ന് ഉയർന്നു വന്ന പുകച്ചുരുളുകൾ നിലാവിനെ മറച്ചു കളഞ്ഞു. എങ്ങും പാരിജാത പൂക്കളുടെ സുഗന്ധം മാത്രം. തന്ത്രക്രിയക്കിടയിൽ തമ്പാൻ കർമ്മത്തിനാവശ്യമായ ജലം എടുക്കുവാൻ തൊട്ടടുത്തുള്ള നദിയുടെ അടുത്തേക്ക് നീങ്ങി. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവൾ ഏകാഗ്രയായി കണ്ണുമടച്ച് അവിടെ ഇരിക്കുകയാണ്. കാട് നിശ്ചലമാണ്. എങ്ങും പേടിപ്പെടുത്തുന്ന ശാന്തത മാത്രം. പൊട്ടിപ്പെണ്ണ്, അവൾക്ക് എന്നെ അറിയില്ല. ഇന്ന് അവളുടെ അവസാന രാത്രിയാണ്. ഞാൻ അവളെ ബലി കൊടുത്താൽ മാത്രമേ തന്ത്രക്രിയ പൂർത്തിയാകുകയുള്ളൂ. ഞാൻ ശക്തനായും പിന്നീട് ഈ മലയാളക്കര മൊത്തം ഞാൻ ഭരിക്കും. ഇതും പറഞ്ഞ് അട്ടഹസിച്ചുകൊണ്ട് തമ്പാൻ നദിയിൽ നിന്ന് ഒരു കുടം വെള്ളമെടുത്ത് തിരിച്ച് പഴയ സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അയാൾ ആ കാഴ്ച കണ്ടത് 2 സർപ്പങ്ങൾ ഇണചേരുന്നത്. അതുമൂലം ബ്രഹ്മചാരിയായിരുന്ന തമ്പാന്റെ മനസ്സിലും പലവിധ ചിന്തകളും ഉയർത്തെഴുന്നേറ്റു. ശരീരത്തിനുള്ളിലെ മദ്യലഹരി മൂലം അയാൾ തന്റെ കർമ്മങ്ങൾ മറക്കുവാൻ തുടങ്ങി. കണ്ണുകളിൽ കാമം അലതല്ലി. പതിയെ അയാൾ അഗ്നികുണ്ഡത്തിന്റെ അടുത്ത് വന്നു നിന്നു. ഈറൻ വസ്ത്രങ്ങൾ അണിഞ്ഞ ഏകാഗ്രമായി ഇരിക്കുന്ന അവളിലേക്ക് തമ്പാന്റെ നോട്ടം. അടുത്ത നിമിഷം അയാൾ ഒരു മൃഗം കണക്കെ അവളിലേക്ക് തന്റെ ആധിപത്യം ഉറപ്പിക്കുവാൻ ശ്രമിച്ചു. ഒന്നും മനസ്സിലാവാതെ തമ്പാന്റെ ശക്തമായ കരങ്ങൾക്കിടയിൽ ഒരു പൂച്ചെണ്ട് പോലെ അവൾ ഇറുകിച്ചേർന്നു. അവിടെ വീശിയ തണുത്ത കാറ്റ് ഇതിന് സാക്ഷ്യം വഹിച്ചു. സമയം കടന്നുപോയി. മെല്ലെ കിഴക്കുനിന്ന് സൂര്യകിരണങ്ങൾ വനത്തിനെ പ്രകാശിതമാക്കുവാൻ തുടങ്ങി. തമ്പാൻ ഞെട്ടിയുണർന്നു. പക്കൽ വിവസ്ത്രയായി കിടക്കുന്ന അവളെ കണ്ടതോടെ തലേ രാത്രി നടന്ന സംഭവങ്ങൾ ഓരോന്നായി തമ്പാന്റെ മനസ്സിൽ ഓടിയെത്തി. അയാൾ അലറി നിലവിളിച്ചു. ഇല്ല ഇല്ല, ഇത് സാധ്യമല്ല. എന്റെ സിദ്ധികൾ, എന്റെ തന്ത്രവിദ്യകൾ, ഇത്രയും നാൾ ഞാൻ ആർജിച്ചു വച്ചിരുന്ന എന്റെ ബ്രഹ്മചര്യം എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതും പറഞ്ഞ അയാൾ മുന്നിലെ ബലിക്കല്ലിൽ തല തല്ലുവാൻ തുടങ്ങി. തമ്പാന്റെ നിലവിളി കേട്ട് ഉണർന്ന അവൾ തമ്പാനെ തടഞ്ഞു. നിർത്തു, ഇതെല്ലാം വിധി. ഇനി ഇതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. നടക്കേണ്ടത് നടന്നു. ഞാൻ പോണ്, തള്ള തരയും. ഇതും പറഞ്ഞ് തമ്പാനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വസ്ത്രങ്ങൾ അണിഞ്ഞവൾ. അപ്പോഴും തമ്പാൻ ഇരുന്ന സ്ഥാനത്ത് നനങ്ങിയില്ല. അയാളുടെ മനസ്സിൽ അവളോട് ചെറിയൊരു പ്രണയം തോന്നി തുടങ്ങി. എന്നാൽ അതിനേക്കാളേറെ ഇതിനെല്ലാം കാരണമായ ആ സർപ്പങ്ങളെയാണ് തമ്പാൻ തേടിയിറങ്ങിയത്. പെട്ടെന്ന് തന്നെ അയാളുടെ കൺമുന്നിൽ സ്ത്രീ സർപ്പത്തെ കാണാനിടയായി.
ഒട്ടും വൈകിയില്ല. തമ്പാൻ വേഗം തന്നെ തന്റെ പക്കൽ കിടന്ന കരിങ്കല്ലുകൊണ്ട് സർപ്പത്തിന്റെ തല തല്ലി ചതച്ചു. ഒരു ചെറു വിറയിലൂടെ ആ സർപ്പം നിശ്ചലമായി. അതിനുശേഷം തമ്പാൻ വേഗം തന്റെ തന്ത്രക്രിയ വസ്തുക്കൾ ആ പുഴയിൽ ഒഴുക്കിക്കളഞ്ഞുകൊണ്ട് ഒരു ലക്ഷ്യമാക്കി നടന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ തന്റെ ഇണയായ ഗർഭിണി സർപ്പത്തിന് ആവശ്യമായ ഭക്ഷണവും വേട്ടയാടിക്കൊണ്ട് നദിയുടെ അടുത്ത് വരികയായിരുന്നു പുരുഷ സർപ്പം. പക്ഷേ അത് കണ്ടത് മരണപ്പെട്ട് കിടക്കുന്ന തന്റെ ഇണയായിരുന്നു. വേഗം തന്നെ ആ നദിയെ മുറിച്ചു കടന്ന് പുരുഷ സർപ്പം തന്റെ ഇണയുടെ അടുത്തേക്ക് എത്തുകയും ആക്രോശത്തോടെ ചുറ്റും ചീറ്റുകയും ചെയ്തു. തന്റെ ഇണയുടെ ഘാതകൻ ആരാണെന്ന് മനസ്സിലാക്കുവാൻ പുരുഷ സർപ്പത്തിന് അധികം സമയം വേണ്ടി വന്നില്ല. തങ്ങൾക്ക് കിട്ടിയ സിദ്ധിയിൽ ആ സർപ്പം തന്റെ ഇണയുടെ കണ്ണുകളിലൂടെ എല്ലാം നോക്കിക്കണ്ടു. അതിനുശേഷം ജീവനറ്റ സ്ത്രീ സർപ്പത്തിനെയും കടിച്ചു പിടിച്ചുകൊണ്ട് പുരുഷ സർപ്പം ആ നദിയുടെ ഒഴുക്കിനോടൊപ്പം എങ്ങോട്ടോ ഒഴുകിപ്പോയി. വനത്തിൽ വീണ്ടും ചീവിടുകളുടെ ശബ്ദം ഉയർന്നു വന്നു. കാലങ്ങൾ കടന്നുപോയി. ഗ്രീഷ്മവും ശൈത്യവും മാറി മാറി വന്നു. അങ്ങനെ ഇരുന്ന ഒരു നാൾ ഊരിൽ നാട്ടുകൂട്ടം കൂടി. നിറഗർഭിണിയായ ഒരു സ്ത്രീയെയും അവളുടെ വയസ്സായ അമ്മയെയും അച്ഛനെയും ഒരു തൂണിൽ കെട്ടിയിട്ടിരിക്കുന്നു. ചുറ്റും ഉണക്കത്തടി കഷ്ണങ്ങളും വിതറിയിട്ടുണ്ടായിരുന്നു. ഈ നാട്ടുകൂട്ട തലവനായ ഞാൻ സൊല്ലുകരെ, ഇവൾ തിരുമണം കഴിയാത്ത നിറഗർഭിണി. ഇതുമൂലം വനദേവതകൾ നമ്മളോട് കോപിക്കും. ഈ ഒരു മുടിക്കും ഇതൊന്നും നടക്കാതിരിക്കണമെങ്കിൽ ഇവളെയും ഈ കുടുംബത്തെയും തീയിൽ ചുട്ടരിക്കണം. എന്നിട്ട് ആ ചാമ്പലെടുത്ത് ദൂരെ കൊണ്ട് കളയണം. എന്നാൽ മാത്രമേ വനദേവത നമ്മോട് കോപിക്കാതിരിക്കൂ. നാട്ടുതലവന്റെ വാക്കുകൾ ശ്രവിച്ച ദേശത്തിലെ ആളുകളും ഇതിനോട് മൗനമായ സമ്മതം മൂടി. അപ്പോഴും നിറഗർഭിണിയായവൾ നിശബ്ദത പാലിച്ചു. തന്റെ വീർത്തിരിക്കുന്ന വയറിൽ നോക്കി നിൽക്കുകയാണ് അവൾ ചെയ്തത്. അല്പസമയത്തിനകം തന്നെ ഒരു തലവൻ കയ്യിൽ തീപ്പന്തവുമായി അവളുടെ അടുത്തേക്ക് നടന്നു. പെട്ടെന്നായിരുന്നു അവിടെ ഒരു ചുഴലിക്കാറ്റ് വീശിയടിച്ചത്. എവിടെ നിന്നോ ഒരു ശക്തമായ പ്രഹരം തലവനെ ഏൽക്കുകയും അയാൾ ദൂരേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു. ഒന്നും മനസ്സിലാകാതെ ഇളഫേരായി നോക്കി നിൽക്കുക മാത്രമാണ് അവിടെ കൂടെ നിന്നവർ ചെയ്തത്. നെഞ്ചും തടവിക്കൊണ്ട് ഒരു തലവൻ തല ഉയർത്തി നോക്കുമ്പോൾ തന്നെ പ്രഹരിച്ചത് മഹാമാന്ത്രികനായ തമ്പാനായിരുന്നു എന്ന് മനസ്സിലായത്. ബലിഷ്ഠമായ ശരീരത്തിനുടമയായ തമ്പാനോട് പൊരുതുവാൻ ആ ഊരിലെ ആർക്കും ധൈര്യമില്ലായിരുന്നു. ഇവളുടെ വയറ്റിൽ കിടക്കണത് എന്റെ കുഞ്ഞ്, തമ്പാന്റെ കുഞ്ഞ്. ധൈര്യമുള്ളവൻ വരീൻ. ആർക്കാണ് ഇത്രയും ധൈര്യം ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഇതും പറഞ്ഞ് തമ്പാൻ അവളെയും അവളുടെ മാതാപിതാക്കളെയും ആ തൂണിൽ നിന്ന് മോചിപ്പിച്ചു. എന്നാൽ നാട്ടുകൂട്ടം മുഴുവൻ തനിക്കെതിരാണെന്ന് മനസ്സിലാക്കിയ തമ്പാൻ അവളെയും അവളുടെ മാതാപിതാക്കളെയും കൂട്ടി ഉൾവനത്തിലേക്ക് ചേക്കേറി. എല്ലാം ശാന്തമായി. ആ കൊടും വനത്തിനുള്ളിൽ അവർ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. അങ്ങനെയിരിക്കെ ആ ദിവസം വന്നെത്തി. അമാവാസി രാത്രിയുടെ 3-ാം വ്യാമം. അമ്പാന്റെ പത്നിക്ക് പേറ്റുനോവ് അനുഭവപ്പെടുവാൻ തുടങ്ങി. എങ്ങും കൊടുങ്കാറ്റും പേമാരിയും മാത്രം. പേറ്റുനോവാൽ അവൾ പുളഞ്ഞു. ഒരുപാട് സമയം വേണ്ടി വന്നില്ല. അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. പതിയെ അന്തരീക്ഷം ശാന്തമായി. അമാവാസിയുടെ ഇരുൾ സൂര്യന്റെ പൊൻകിരണങ്ങൾക്ക് വഴിമാറിക്കൊടുത്തു. ചുരുണ്ട മുടിക്കാരി. മാതാപിതാക്കളുടെ ഓമനക്കിടാവായി അവൾ വളർന്നു. സാധാ കുട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു അവൾ. കുട്ടിക്കാലത്ത് തന്നെ അതീവ ബുദ്ധിശാലിയായിരുന്ന ആ പെൺകിടാവ് തന്റെ പിതാവിൽ നിന്നും തന്ത്രമന്ത്ര വിദ്യകൾ കരസ്ഥമാക്കി. അതിൽ തമ്പാൻ വളരെയേറെ അഭിമാനപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് തന്റെ നാടായ മാനന്തവാടിയിലും മകളെയും കൂട്ടി അയാൾ യാത്ര ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു തമ്പാന്റെ ഭാര്യയ്ക്ക് കലാശമായ പനി പിടിപെടുന്നത്. ഇതിനെ തുടർന്ന് വൈദ്യത്തിൽ നൈപുണ്യനായ തമ്പാൻ പനി മാറാനുള്ള ഔഷധക്കൂട്ടിനായി ചില ഔഷധ സസ്യങ്ങൾ ശേഖരിക്കാൻ ഉൾവനത്തിൽ പ്രവേശിക്കുകയും തനിക്ക് വേണ്ട പച്ചിലകൾ ശേഖരിച്ച് തിരിച്ച് മടങ്ങും വഴിയിരിക്കെ അത് സംഭവിച്ചത്. വാത്തി വിടർത്തി ഒരു സർപ്പം തമ്പാനെതിരായി നിൽക്കുകയാണ്. ആദ്യം ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ആ സർപ്പത്തെ മറികടക്കാൻ ശ്രമിച്ച തമ്പാന് പക്ഷെ അത് സാധിച്ചില്ല. അടുത്ത നിമിഷം അതിന്റെ കണ്ണുകളിലേക്ക് നോക്കിയ തമ്പാന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു. വർഷങ്ങൾക്ക് മുമ്പ് താൻ കരിങ്കല്ലാൽ കൊലപ്പെടുത്തിയ ഒരു സ്ത്രീ സർപ്പത്തെ കുറിച്ച്.
ആ സർപ്പത്തിന്റെ ഇണയാണ് ഇതെന്ന് മനസ്സിലാക്കിയ തമ്പാന് വല്ലാത്തൊരു ഭയം പിടിപെട്ടു. അയാൾ തിരിഞ്ഞോടുവാൻ ശ്രമിച്ചു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. പേടിച്ചോടുവാൻ ശ്രമിക്കവേ തമ്പാൻ ഒരു ചതുപ്പിൽ വീഴുകയും ഒന്നനങ്ങാൻ പോലും ആവാതെ ആ ചതുപ്പിൽ തന്നെ അയാൾ താണു പോയിക്കൊണ്ടിരുന്നു. പക്ഷേ പ്രതികാരം ഇവിടം കൊണ്ടും തീർന്നില്ല. ആ പുരുഷ സർപ്പം വേഗം ചതുപ്പിനുള്ളിൽ കടക്കുകയും തമ്പാന്റെ നെറ്റിയിൽ പല തവണയായി വിഷപ്പല്ലുകളാൽ പ്രഹരിക്കുകയും ചെയ്തു. മെല്ലെ തമ്പാന്റെ ശരീരത്തിന് നീല നിറം കൈവരുവാൻ തുടങ്ങി. അയാളുടെ കണ്ണുകൾ അടഞ്ഞു. വായിൽ നിന്നും നുരയും പതയും വരുവാൻ ആരംഭിച്ചു. തമ്പാൻ മരണപ്പെട്ടിരിക്കുന്നു. പതിയെ ആ ശരീരം ചതുപ്പിൽ മുഴുവനായി താണുപോയി. തന്റെ പ്രതികാരം വീട്ടിയ സന്തോഷത്താൽ ആ സർപ്പവും ചതുപ്പിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞിറങ്ങി സ്വയം ആത്മാഹുതി നൽകി. ഇതൊന്നും അറിയാതെ ആ കുഞ്ഞു കുരുന്ന് കൂരയ്ക്ക് പുറത്തായി കണ്ണു നട്ട് തന്റെ അച്ഛന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അയാൾ വന്നില്ല, വരികയുമില്ല. ഒരുപാട് നാൾ തമ്പാനെ തിരഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. ഏതെങ്കിലും വന്യമൃഗം ആക്രമിച്ച് കൊലപ്പെടുത്തിയതായിരിക്കാമെന്ന് അവർ അനുമാനിച്ചു. ആ കൊച്ചു ബാല്യം വീണ്ടും ദുഃഖത്തിലേക്ക് ആണ്ടു. അവിടെ കൊണ്ടും ആ കുട്ടിക്ക് പിടിപ്പെട്ട ഏഴാണ്ട ശനി അവസാനിച്ചില്ല. അമ്മയുടെ അസുഖം മൂർച്ഛിച്ചു. ഇനി ഇങ്ങനെ പോയാൽ തന്റെ മകളും പേരക്കുട്ടിയും പട്ടിണിയാൽ മരണപ്പെടുമെന്ന് മനസ്സിലാക്കിയ ആ വൃദ്ധ ദമ്പതികൾ അവരുടെ വിശപ്പ് മാറ്റാനായി ചില കിഴങ്ങു പഴവർഗ്ഗങ്ങൾ ശേഖരിക്കാനായി വനത്തിലേക്ക് പോയി. എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് ദാരുണ അന്ത്യമായിരുന്നു. ജലം ശേഖരിക്കാനായി നദിയിലേക്ക് ഇറങ്ങിയ വൃദ്ധയായ സ്ത്രീ വേഗം തന്നെ എന്തോ വെള്ളത്തിലേക്ക് വലിച്ചെടുത്തു. ഒന്ന് ഉറക്കെ നിലവിളിക്കാൻ പോലും ആവാതെ അവർ നദിയിലേക്ക് താഴ്ന്നു പോവുകയാണ് ചെയ്തത്. ഇത് കണ്ട് അവരുടെ ഭർത്താവ് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. അതുവരെ തെളിനീരായി ഒഴുകിക്കൊണ്ടിരുന്ന നദിയിൽ രക്തത്തിന്റെ ചുവപ്പ് കലരുവാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം നദിയിൽ നിന്നും ഒരു മുതല കയറി വന്നു. അപ്പോഴും ആ വൃദ്ധയുടെ കാൽപാദം മുതലയുടെ പല്ലുകൾക്കിടയിൽ കിടന്നമരുന്നുണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട അമ്മയും മകളും വനത്തിനുള്ളിൽ കഴിഞ്ഞു. പുറം ലോകത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്ന ആ കൊച്ചുകുട്ടിക്ക് കൂട്ടായി വനത്തിലെ പക്ഷികളും ചെറുമൃഗങ്ങളും ഉണ്ടായിരുന്നു. അവളുടെ മുഴുവൻ സമയം അവരോടൊപ്പം ചെലവഴിച്ചു. അങ്ങനെ ഇരിക്കെ ആ കൊച്ചുകുട്ടിയെ തനിച്ചാക്കി രോഗിയായ അമ്മയും മരണത്തിന് വഴിമാറിക്കൊടുത്തു. തീർത്തും ഒറ്റപ്പെട്ടു പോയ ആ കൊച്ചുകുട്ടി കാട്ടിൽ അലഞ്ഞു നടന്നു. ഒരു തലവനെ പേടിച്ച് അവിടെ താമസിച്ച ആളുകളും ആ കുഞ്ഞിനെ കൈയൊഴിഞ്ഞു. ഇനി കുറച്ചു കാലം കൂടി ഇവിടെ നിന്നാൽ താൻ പട്ടിണി കിടന്ന് മരണപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കൊച്ചുകുഞ്ഞ് തന്റെ അച്ഛന്റെ നാടായ മാനന്തവാടിയിലേക്ക് ചേക്കേറുവാൻ തീരുമാനിച്ചു. അങ്ങനെ വനപാതയിലെ യാത്രക്കിടയിൽ അവൾ ഭദ്രകാളിക്കാവ് കാണാനിടയാവുകയും അതിന്റെ മുന്നിലായി വച്ചിരുന്ന പ്രസാദവും പലതരം പഴങ്ങളും കണ്ടു. ഒട്ടും താമസിച്ചില്ല, ഒരു വന്യമൃഗം കണക്കെ ചുറ്റുപാടെല്ലാം മറന്നു അവയെല്ലാം അവൾ ഭക്ഷിക്കുവാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം തന്നെ ആ കൊച്ചുകുട്ടി ഭക്ഷണമെല്ലാം കാലിയാക്കി. അതിനെ തുടർന്ന് ഇനിയുള്ള കാലം ആരുടെയും കണ്ണിൽപ്പെടാതെ ഇവിടെ വസിക്കാമെന്നും തീരുമാനമെടുത്തു. കാലങ്ങൾ കടന്നുപോയി. ആ കൊച്ചുകുട്ടിയിൽ നിന്നും അവളിപ്പോൾ ഒരു പൂർണ്ണ യുവതിയായി മാറിയിരിക്കുന്നു. മലയാളക്കരയിൽ ഇതുപോലെ സുന്ദരിയുണ്ടോ എന്ന ആത്മാവിനും സംശയമുണ്ട്. കുട്ടിക്കാലത്ത് അച്ഛൻ പറഞ്ഞുകൊടുത്ത തന്ത്രമന്ത്ര വിദ്യകളുടെ സഹായത്തോടെ അവൾ ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുകയും ഭദ്രകാളിയുടെ അനുഗ്രഹം നേടിയെടുക്കുകയും ചെയ്തു. പതിവ് പോലെ ഒരു നാൾ കാട്ടിൽ വസിക്കുന്ന ഒരമ്മയും കുഞ്ഞും ഭദ്രകാളിക്കാവിനടുത്ത് വരികയും തന്റെ മകളുടെ പനി മാറ്റുവാനായി ദേവിയോട് കേണപേക്ഷിക്കുകയും ചെയ്തു. നിവേദ്യം എന്ന രീതിയിൽ കുറച്ചു കാട്ടുപഴങ്ങൾ വച്ചുകൊണ്ട് അവിടുന്ന് മടങ്ങുകയും ചെയ്തു. ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് അവൾ കാണുന്നുണ്ടായിരുന്നു. അവർ പോയതിനു ശേഷം കാട്ടുപഴങ്ങൾ കഴിക്കുവാൻ അവൾ ഓടിയെത്തി. പെട്ടെന്നായിരുന്നു അമ്മയുടെയും മകളുടെയും നിലവിളി ഉയർന്നത്. കൂടെ ചെന്നായ്ക്കളുടെ ഓരിയിടലും. അവൾക്ക് കാര്യം പിടികിട്ടി. ഒട്ടും സമയം കളയാതെ അതിവേഗത്തിൽ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ ഓടി. അപ്പോഴേക്കും ഒരു കൂട്ടം ചെന്നായ്ക്കൾ അമ്മയും മകളെയും ആക്രമിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ആ അമ്മയുടെയും മകളുടെയും നിലവിളി കേട്ട് കാട്ടിൽ വസിക്കുന്ന ആളുകൾ അവിടെ എത്തിയെങ്കിലും
ആ ചെന്നായ്ക്കൂട്ടത്തിന്റെ മുന്നിൽ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ശക്തമായ പനി കാരണം ആ കുഞ്ഞ് നല്ല രീതിയിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അത് സംഭവിച്ചത്. ആ അമ്മയ്ക്കും മകൾക്കും തുണയായി അവൾ വന്നു നിന്നു. എല്ലാവരും വളരെ ആശ്ചര്യത്തോടെയാണ് അവളെ നോക്കിക്കണ്ടത്. വ്യത്യസ്ത ശരീരപ്രകൃതത്താലും ആരോഗ്യം കൊണ്ടും സൗന്ദര്യത്താലും മറ്റു സ്ത്രീകളിൽ നിന്നും അവൾ വ്യത്യസ്തയായിരുന്നു. പെട്ടെന്ന് തന്നെ അത് സംഭവിച്ചു. ആ ചെന്നായ്ക്കൂട്ടം ആക്രമിക്കുവാനടുത്തു. വളരെ ശക്തമായ പോരാട്ടം തന്നെ അവിടെ നടന്നു. ഒരു വശത്ത് 10-12 ചെന്നായ്ക്കളുടെ കൂട്ടവും മറുവശത്ത് അവൾ ഒറ്റയ്ക്ക്. എന്നാൽ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ആ പോരാട്ടത്തിൽ അവൾ വിജയം പ്രാപിച്ചു. അപ്പോൾ മാത്രമാണ് അവൾക്ക് അവളുടെ ബലവും വേഗതയും മനസ്സിലായത്. ആ പോരാട്ടത്തിനെ തുടർന്ന് ചെന്നായ്ക്കൂട്ടം അവളുടെ സേവകരായി മാറുകയും പിന്നീട് അവ വനത്തിന്റെ ഉള്ളിലേക്ക് മറയുകയും ചെയ്തു. എല്ലാവരും തൊഴുകൈയോടെ അവളെ നോക്കിക്കണ്ടു. പക്ഷെ അപ്പോഴും ആ അമ്മയുടെ കയ്യിലിരിക്കുന്ന കുട്ടി കടുത്ത പനിയാൽ വിറയ്ക്കുകയാണ്. മെല്ലെ അവൾ ആ കുട്ടിയുടെ അടുത്ത് വരികയും ആ കുഞ്ഞിന്റെ നെറ്റിയിൽ വാത്സല്യത്തോടെ തടവുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഞൊടിയിടയ്ക്കുള്ളിൽ തന്നെ ആ കുഞ്ഞിന് പനി മാറിപ്പോവുകയും ഇത് കണ്ട അമ്മ കുഞ്ഞിനെ മാറോട് ചേർത്ത് വയ്ക്കുകയും അവളുടെ കാൽക്കൽ വീഴുകയും ചെയ്തു. ഇത് തന്നെയാണ് അവിടെ കൂടി നിന്നവരും ചെയ്തത്. ഇതിന്റെ പിന്നിൽ ഭദ്രകാളിയുടെ അനുഗ്രഹമായിരുന്നു. അങ്ങനെ കാട്ടിൽ വസിക്കുന്ന മനുഷ്യർ അവളെ അവരുടെ രക്ഷകയായി കണ്ടു. അതിനെ തുടർന്ന് അവർ അവൾക്ക് ഒരു പേരും നൽകി, ഒറ്റമുലച്ചി. അങ്ങനെ ഒറ്റമുലച്ചി അവരോടൊപ്പം ജീവിക്കാൻ തുടങ്ങി. അവരുടെ എല്ലാ ആവശ്യങ്ങളും അവൾ നിറവേറ്റി കൊടുത്തു. പിന്നീട് ഒറ്റമുലച്ചിയുടെ ആരാധനാമൂർത്തിയായ ഭദ്രകാളി പ്രതിഷ്ഠയ്ക്കായി ഒരു കാവ് അവിടെ നിർമ്മിക്കുകയും അവിടെ വസിച്ച മനുഷ്യർ ദിവസവും ഭദ്രകാളി കാവിൽ പൂജ നടത്തുകയും ചെയ്തു. ഇതിനിടയ്ക്ക് തന്റെ ശക്തി കൊണ്ടും മന്ത്രജാല വിദ്യകൾ കൊണ്ടും കാട്ടിലെ വന്യമൃഗങ്ങളെ എല്ലാം തന്റെ സുഹൃത്തുക്കളാക്കി മാറ്റിയിരുന്നു. അഥവാ ഒറ്റമുലച്ചിയുടെ വാക്കുകൾ വന്യമൃഗങ്ങൾ അനുസരിച്ചു പോന്നു. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് സംഭവിച്ചത്. നാട്ടിൽ നിന്ന് പലപ്പോഴായി പല മനുഷ്യമൃഗങ്ങളും വനത്തിന്റെ ഉള്ളിൽ കടക്കുകയും അവിടെ വസിക്കുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും ആക്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും ഒറ്റമുലച്ചി അറിഞ്ഞതേയില്ല. ഒരു നാൾ നാട്ടിൽ വസിക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ വനത്തിൽ വരികയും പൂർണ്ണ മദ്യലഹരിയിലായിരുന്നവർ വന്യമൃഗങ്ങളെ വെടിവെക്കുകയും അവയെ ആയുധങ്ങളാൽ ക്രൂരമായി കൊല്ലുകയും ചെയ്തു. വേട്ടയ്ക്കിരയായ വന്യമൃഗങ്ങളുടെ അലർച്ച ആ വനത്തിൽ മുഴുവൻ അലതല്ലി. കാട്ടുപുഴയിൽ നീരാടിക്കൊണ്ടിരുന്ന ഒറ്റമുലച്ചിയും ഇത് കേട്ടു. ഒട്ടും വൈകാതെ അങ്ങോട്ടേക്ക് അവൾ തിരിച്ചു. എന്നാൽ ഇതൊന്നും അറിയാതെ ആ നാട്ടുമനുഷ്യർ വേട്ടയാടുകയാണ്. അതേ സമയത്തായിരുന്നു അവരുടെ മുന്നിൽ ഒറ്റമുലച്ചി എത്തുന്നത്. അപ്പോഴും ഒറ്റമുലച്ചിയുടെ ശരീരത്തിൽ നിന്നും പുഴയുടെ ജലം ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ആദ്യമേ മദ്യലഹരിയിലായിരുന്ന അവർ ഒറ്റമുലച്ചിയെ കണ്ടതോടെ അവരുടെ കണ്ണിൽ കാമം അലതല്ലി. സ്വന്തമാക്കണമെന്ന നീചചിന്ത അവരുടെ ഉള്ളിൽ ഉടലെടുത്തു. അതോടെ ഒറ്റമുലച്ചിയെ കീഴ്പ്പെടുത്താനുള്ള ശ്രമം തുടങ്ങി. പക്ഷേ ചിന്തകളെ തകിടം മറിച്ചുകൊണ്ട് ഒറ്റമുലച്ചി അവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഒരു തരത്തിലും അവർക്ക് അവളെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചില്ല. അതീവ ക്രോധാകുലയായ ഒറ്റമുലച്ചി അവർക്ക് മീതെ മരണ താണ്ഡവമാടി. അല്പസമയത്തിനകം തന്നെ ആ ചെറുപ്പക്കാർ ദാരുണമായി മരണപ്പെടുകയും ചെയ്തു. എന്നിട്ടും ഒറ്റമുലച്ചിയുടെ ദേഷ്യം അടങ്ങിയില്ല. അവരുടെ ജീവനറ്റ ശരീരത്തെ കീറി മുറിച്ച് രക്തം പാനം ചെയ്യുകയും ചെയ്തു. വനത്തിൽ കൊടുങ്കാറ്റ് വീശി. വരാനിരിക്കുന്ന ആപത്തിന്റെ സൂചന എന്നോളം മദ്യം കുടിച്ചിരുന്ന അവരുടെ രക്തത്തിലും മദ്യത്തിന്റെ മഴക്ക് കലർന്നിരുന്നു. അത് ഒറ്റമുലച്ചിക്ക് വളരെയേറെ ഇഷ്ടപ്പെടുകയും ഒരു വന്യമൃഗം കണക്കി അവൾ അവരുടെ മുഴുവൻ ചോര കുടിക്കുകയും ചെയ്തു. നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരുടെയും രക്തത്തിനും ഇതേ സ്വാദായിരിക്കുമെന്ന തെറ്റിദ്ധാരണ ഒറ്റമുലച്ചിയുടെ ഉള്ളിലെ രക്തരക്ഷസിനെ ഉണർത്തുവാൻ പോരുന്നതായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആ വനം ചെറുപ്പക്കാരുടെ രക്തത്താൽ നിറഞ്ഞു. എങ്ങും ചെറുപ്പക്കാരുടെ ജീവനറ്റ ശരീരാവശിഷ്ടങ്ങൾ മാത്രം. പിന്നീട് അങ്ങോട്ട് ഒറ്റമുലച്ചി പേടിച്ച് ചെറുപ്പക്കാരായ മനുഷ്യമൃഗങ്ങൾ കാട്ടിൽ വസിക്കുന്ന മനുഷ്യരെയോ മൃഗങ്ങളെയോ ആക്രമിക്കാൻ വരാതെയായി. ഇതൊരു അനുഗ്രഹമായി വനത്തിൽ വസിച്ച മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ നോക്കിക്കണ്ടു. എന്നാൽ ഇത് ഒറ്റമുലച്ചിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ചെറുപ്പക്കാരുടെ രക്തം കിട്ടാതായതോടെ
ഒരു ഭ്രാന്തി കണക്കി ഒറ്റമുലച്ചി അലറി നിലവിളിച്ചു കൊണ്ട് നടന്നു. ഇപ്പോൾ അവളിലെ മനുഷ്യവാസന മെല്ലെ ഇല്ലാതാവുകയും പൂർണ്ണമായി രക്തരക്ഷസായി മാറുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് ഒരു നാൾ നാട്ടിൽ വസിക്കുന്ന വൃദ്ധനായ വ്യക്തി വനത്തിലെ ഭദ്രകാളിക്കാവിൽ പ്രാർത്ഥിക്കാൻ വരുന്നത്. കുറച്ചു സമയത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു. എന്നാൽ ഇതെല്ലാം ഒറ്റമുലച്ചി കണ്ടുകൊണ്ടിരുന്നു. അവൾ മെല്ലെ വൃദ്ധനറിയാതെ അയാളെ പിന്തുടർന്നു. അയാളുടെ നാട്ടിലെത്തി. അനേകമായിരം ചെറുപ്പക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇത് കണ്ട ഒറ്റമുലച്ചിക്ക് വളരെയേറെ സന്തോഷമായി. എന്നാൽ അതീവ ബുദ്ധിശാലിയായ ഒറ്റമുലച്ചി ഒരു കാര്യം തീരുമാനിച്ചു. വനത്തിൽ വരുന്ന എല്ലാ ചെറുപ്പക്കാരെയും താൻ വേട്ടയാടി. അതുമൂലം ആരും ആ വനത്തിൽ വരാതെയായി. ആ സംഭവം ഇവിടെ ആവർത്തിച്ചുകൂടാ. തന്റെ രക്തത്തിനോടുള്ള ആസക്തി നിയന്ത്രിക്കണം. അതുകൊണ്ട് ഒറ്റമുലച്ചി ഒരു തീരുമാനമെടുത്തു. എല്ലാം അമാവാസ രാത്രികളിൽ മാത്രം ചെറുപ്പക്കാരെ വകവരുത്തുമെന്ന്. സമയം കടന്നുപോയി. അന്നൊരു അമാവാസ രാത്രിയായിരുന്നു. ഡാ, വേഗം നടക്കടേ, സമയം ഏറെയായി. ചൂട്ടിപ്പോൾ കത്തിത്തീരും. ഇതും പറഞ്ഞ് തങ്കൻ വേഗം നടന്നു. കൂടെ സുഹൃത്തുക്കൾ. എങ്ങും കുറ്റാക്കുരു ഇരുട്ട് മാത്രം. ചീവിടുകളുടെ ശബ്ദം കൂടി വന്നു. പാലപ്പൂവിന്റെ പരിമളം അവിടമെല്ലാം വീശുന്നുണ്ടായിരുന്നു. കാവൽ ഉത്സവം കൊള്ളാം. എന്തായിരുന്നു ചെണ്ടമേളം? ചിരിച്ചുകൊണ്ട് ചെല്ലൻ പറഞ്ഞു. എല്ലാവരും അതിന് സമ്മതം മൂടുകയും ചെയ്തു. അപ്പോഴേക്കും അവർ രണ്ട് വഴിയായി തിരിയുന്നിടത്തെത്തി. പിന്നീട് അങ്ങോട്ട് തങ്കൻ ഒറ്റയ്ക്ക് മാത്രമായി. കൂടെയുള്ളവർ മറ്റു വഴിയെ തിരിഞ്ഞു. വയൽപ്പാടത്തുകൂടി ചെറിയ രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. കൂടെ അങ്ങിങ്ങായി മിന്നാമിന്നുകളും ദൂരെ നിന്ന് എവിടുന്നോ ചെന്നായ്ക്കളുടെ ഓരിടലുകളും കേൾക്കാം. തങ്കൻ നടത്തത്തിന്റെ വേഗത കൂട്ടി. പക്ഷെ മനസ്സിൽ പേടിയുള്ളത് കൊണ്ടല്ല, മറിച്ച് തന്റെ അമ്മാവന്റെ മകളായ അമ്മണിയെ കുറിച്ചൊരു കവിത എഴുതുവാനായിരുന്നു. ഇന്ന് ഉത്സവത്തിൽ വെച്ച് അമ്മണിയെ കണ്ടപ്പോൾ അതീവ സുന്ദരിയായിരുന്നു. അവളുടെ കൃഷ്ണമണികൾ, പനിനീർ പൂവിന്റെ നിറമുള്ള അതരം, തങ്കൻ ചേട്ടാ എന്ന വിളിയും എല്ലാം കൂടി തങ്കനെ കുളിരണിയിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നായിരുന്നു പിന്നിൽ ആരുടെയോ കാൽപെരുമാറ്റം തങ്കൻ ശ്രദ്ധിച്ചത്. ഒട്ടും സമയം കളയാതെ ആ ചെറുപ്പക്കാരൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. എന്നാൽ കാറ്റിൽ ആടിയുലയുന്ന വയൽപ്പാടവും അങ്ങിങ്ങായി മിന്നാമിനുങ്ങളെ മാത്രമാണ് ആ നീല വെളിച്ചത്തിൽ തങ്കന് കാണാൻ സാധിച്ചത്. അയാൾ വീണ്ടും നടത്തം ആരംഭിച്ചു. പക്ഷേ വീണ്ടും ആ കാൽപെരുമാറ്റം അടുത്തടുത്ത് വരുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. തസ്കര ശല്യം, അല്ലെങ്കിൽ ഓടിയന്മാർ. ഇവരിൽ ആരെങ്കിലും ആവാം തന്റെ പിന്നിലെന്ന ചിന്ത തങ്കന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു പേടി ജനിപ്പിച്ചു. ആ ചെറുപ്പക്കാരൻ ചൂട്ട് തറയിലിട്ട ശേഷം അതിവേഗത്തിൽ വയൽ വരമ്പത്തുകൂടി തറവാട് ലക്ഷ്യമാക്കി ഓടുവാൻ തുടങ്ങി. പിന്നാലെ ആ കാൽപെരുമാറ്റവും. പെട്ടെന്നായിരുന്നു ഒരു തീകോളം തന്റെ മുന്നിൽ കൂടെ വായുവിൽ സഞ്ചരിക്കുന്നത് കണ്ടത്. വേഗം തന്നെ അയാൾ നിലത്ത് കിടന്നു. ആ കാൽപെരുമാറ്റം ഇപ്പോൾ ഇല്ല. തീകോളം പോയിരിക്കുന്നു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് തങ്കൻ മുന്നിലേക്ക് ഓടുവാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ പുറകിലെ ആ കാൽപെരുമാറ്റമില്ല. കിതച്ചുകൊണ്ട് തങ്കൻ വല്ലവിധേനെ തറവാടിന്റെ പടിപ്പുര കടന്ന് ഉമ്മറത്ത് കയറി. അപ്പോഴും അവനെ കാത്ത് അവന്റെ അമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്താ ഉണ്ണിയെ ഇത്രയും വൈകിയത്? ഞാൻ എത്ര നേരമായെന്നോ നിന്നെ കാത്തിരിക്കുന്നു. അച്ഛൻ അറിഞ്ഞിട്ടില്ല നീ കൂട്ടുകാരോടൊപ്പം ഉത്സവത്തിന് പോയത്. ഏതായാലും വാ, അമ്മ അത്താഴമെടുത്ത് വയ്ക്കാം. വേണ്ട, എനിക്ക് വിശപ്പില്ല, ഒന്ന് കിടക്കണം. ഇതും പറഞ്ഞ് തങ്കൻ അമ്മയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ വേഗം തന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. ഇപ്പോഴത്തെ പിള്ളേരെന്താ ഇങ്ങനെ? ഇതും പറഞ്ഞ് വിഷമത്തോടെ തിരിച്ചു നടക്കാൻ ഒരുങ്ങവേ തങ്കന്റെ അമ്മ ഉമ്മറത്ത് ഒരു കാഴ്ച കണ്ടു. ഒരു സ്ത്രീ രൂപം പടിപ്പുരയിൽ നിൽക്കുന്നത് പോലെ. ആരാ അത്? ആരാ എന്ന്? അമ്മയുടെ ശബ്ദം കേട്ട ഉടൻ തന്നെ ആ നിഴൽ രൂപം അവിടെ നിന്ന് മറഞ്ഞുപോയി. ഭഗവാനെ, വല്ല യക്ഷികളും ആയിരിക്കൂ. നാളെ ആ നാഗക്കാവ് വരെ ഒന്ന് പോണം. ഇതും പറഞ്ഞ് അമ്മ ഉമ്മറക്കോലായിലെ വാതിലും അടച്ച് അകത്തേക്ക് നടന്നു. തങ്കൻ അമ്മണിയെയും ഓർത്തുകൊണ്ട് കിടക്കയിൽ കിടക്കുകയാണ്. തൊട്ടടുത്ത മേശയ്ക്ക് മീതെ വച്ചിരുന്ന പാട്ടുപെട്ടിയിൽ നിന്നും സുന്ദരമായ പ്രണയഗാനങ്ങൾ കേൾക്കാം. വയലിൽ നിന്ന് വീശുന്ന തണുത്ത മണ്ണിന്റെ ഗന്ധം വായുവിൽ അലിഞ്ഞു ചേരുകയാണ്.
മൊത്തത്തിൽ ഒരു കുളിർമ തങ്കൻ അനുഭവപ്പെട്ടു. പെട്ടെന്നായിരുന്നു മുറിയുടെ ഉള്ളിലേക്ക് വെളുത്ത പുകമറ പരക്കുവാൻ തുടങ്ങിയത്. ഉറങ്ങിയോ? ആ സ്ത്രീ ശബ്ദം കേട്ട് തങ്കൻ ഞെട്ടി ഉണർന്നു. അയാളുടെ നോട്ടം ജനാലയ്ക്കടുത്തേക്ക് നീങ്ങി. അമ്മണി! തങ്കൻ മന്ത്രിച്ചു. എന്താ? എന്നെ എന്നെ സ്വപ്നം കാണുകയാണോ? കുണുങ്ങിക്കൊണ്ട് അവൾ ചോദിച്ചു. അതെ. അല്ല, അത് വിട്. നീ എന്താ ഈ രാത്രി ഇവിടെ? ജനാലക്കരികെ വന്നുകൊണ്ട് തങ്കൻ ചോദിച്ചു. നിന്നെ കാണാൻ ഒരാഗ്രഹം, അതാ വന്നത്. എന്താ, നിനക്ക് എന്നെ കാണണ്ടേ? അവളുടെ ചോദ്യത്തിന് മുന്നിൽ തങ്കൻ പകച്ചുപോയി. അപ്പോഴാണ് തങ്കൻ അമ്മിണിയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവളുടെ മാരടത്തിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ. എന്താ നോക്കുന്നേ? അമ്മിണി വീണ്ടും ചോദിച്ചു. പെട്ടെന്ന് തന്റെ നോട്ടം മാറ്റിക്കൊണ്ട് തങ്കൻ, ഒന്നുമില്ല. ഒന്നുമില്ലേ? എങ്കിൽ വാരം തുറക്ക്, ഞാൻ അകത്ത് വരട്ടെ. അയ്യോ വേണ്ട, അമ്മ ഉമ്മറത്തിരിപ്പുണ്ട്. നീ പോ, ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാ. നെറ്റിയിൽ പടർന്ന വേർപ്പ് തുള്ളികൾ തുടച്ചുകൊണ്ട് തങ്കൻ പറഞ്ഞു. ഇങ്ങനെ ഒരു പേടിത്തൊണ്ടൻ. സാരമില്ല, നീ അടുത്ത് വാ, നിനക്ക് ഞാൻ ഒരു സമ്മാനം തരാം. ഇതും പറഞ്ഞ അമ്മിണി തന്റെ കരങ്ങൾ ജനാലകൾക്കിടയിൽ കൂടി അകത്തേക്ക് നീട്ടി. അതിൽ തങ്കൻ എന്ന ചെറുപ്പക്കാരൻ വീണുപോയി. അയാൾ വേഗം അവളുടെ കരങ്ങൾക്കിടയിൽ കൂടി അമ്മിണിയെ ആലിംഗനം ചെയ്തു. ജനാലയ്ക്കപ്പുറവും ഇപ്പുറവുമായി അവർ പ്രണയം പങ്കിട്ടു. മുറിയിലെ വെളുത്ത പുക പതിയെ ഇല്ലാണ്ടായി. അപ്പോൾ മാത്രമാണ് തങ്കൻ സ്വബോധത്തിൽ വന്നത്. അല്ല അമ്മിണി, എന്റെ മുറി മച്ചിലാണല്ലോ, പിന്നെ നീ എങ്ങനെയാ മുകളിൽ കയറിയത്? പക്ഷെ അവൾ ഉത്തരം നൽകിയില്ല. കാറ്റിൽ ചുടുരക്തത്തിന്റെ ദുർഗന്ധം പടരുവാൻ തുടങ്ങി. തന്റെ കഴുത്തിൽ നിന്നും എന്തോ ചുടുദ്രാവകം പുറത്തേക്ക് ഒഴുകുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. പതിയെ തങ്കന്റെ കണ്ണുകളടഞ്ഞു. അയാൾ മരണപ്പെട്ടിരിക്കുന്നു. ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിലെ അവസാന തുള്ളി ചോരയും അവൾ ഊറ്റിയെടുത്തു. മെല്ലെ അവൾ അവളുടെ കുമ്പല്ലുകൾ തങ്കന്റെ കഴുത്തിൽ നിന്ന് വേർപെടുത്തി. മേശപ്പുറത്തിരിക്കുന്ന റാന്തൽ വെളിച്ചത്തിൽ ആ മുഖം തെളിഞ്ഞു വന്നു. ആദരങ്ങൾ മുഴുവൻ രക്തത്തുള്ളികളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒറ്റമുലച്ചിയായിരുന്നു അത്. പക്ഷേ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ചെറുപ്പക്കാരനെ താൻ കൊന്നിരിക്കുന്നു എന്ന കുറ്റബോധത്താൽ ഒറ്റമുലച്ചിയുടെ കണ്ണുകളിൽ നിന്നും ഉത്ഭവിച്ച കണ്ണുനീർ ആ തറവാട്ടിൽ വന്നു പതിച്ചു. എല്ലാം അവസാനിച്ചിരിക്കുന്നു. ആ കണ്ണുനീരിന്റെ ഫലമായി സമ്മൽ സമൃദ്ധി ഈ തറവാടിന് വന്നു ചേരുമെന്ന അനുഗ്രഹവും അതിനോടൊപ്പം കൂട്ടിച്ചേർത്തു. എല്ലാം ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം. പിറ്റേന്ന് ഏറെ നേരമായിട്ടും തങ്കൻ പുറത്തേക്ക് കാണാഞ്ഞ് അമ്മ തങ്കന്റെ മുറിയിലേക്ക് പ്രവേശിച്ചു. അവിടെ അവർ കണ്ട കാഴ്ച വളരെ ഭയാനകരമായിരുന്നു. വിളറി വെളുത്ത് ജീവച്ഛവമായി ജനാലയ്ക്കടുത്ത് കിടക്കുന്ന തന്റെ മകനെയായിരുന്നു. അമ്മ അലറി നിലവിളിച്ചു. ഒരു കാട്ടുതീ പോലെ തങ്കന്റെ ദുരൂഹ മരണ വാർത്ത നാട്ടിലെല്ലായിടത്തും പരന്നു. ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്ന് ഒരു പക്ഷം, ഇല്ല വിഷപ്പാമ്പിന്റെ കടിയേറ്റു മരിച്ചതാകാമെന്നും മറുപക്ഷം. ഇതേ സമയം വനത്തിനുള്ളിൽ പൊയ്കയിൽ നിന്ന് നീരാട്ട് കഴിഞ്ഞു വന്ന ഒറ്റമുലച്ചി നേരെ കാട്ടുമൂപ്പനെ കാണാൻ പോയി. അയ്യോ വരണം, അടിയന്റെ കുടിയിൽ വന്നതിന് സന്തോഷം. തൊഴുകൈയോടെ കാട്ടുമൂപ്പൻ പറഞ്ഞു നിർത്തി. ഞാൻ വന്നത് നന്ദി പറയാനാണ്. അങ്ങയുടെ ചെപ്പിടി മരുന്ന് കൊള്ളാം. ആ മരുന്ന് തീയിൽ പുകച്ച് ആര് ശ്വസിക്കുന്നുവോ അയാൾ ഒരു മായാലോകത്ത് എത്തപ്പെടുന്നത് പോലെയും മനസ്സിലെ ഓർമ്മകളെയും ചിന്തകളെയും മുന്നിൽ കാണിക്കുന്നത് പോലെ. കൊള്ളാം, നല്ല വസ്തു. എനിക്ക് കുറച്ചുകൂടി വേണം. ഒറ്റമുലച്ചു പറഞ്ഞു. ഈ ചെപ്പിടി മരുന്ന് അവിടത്തേക്ക് എന്തിനാവൂ? സംശയത്തോടെ കാട്ടുമൂപ്പൻ ചോദിച്ചു. എന്നോട് ചോദ്യം ചോദിക്കാൻ നീ ആയോ? അല്പം ദേഷ്യം ഭാവിച്ചുകൊണ്ട് ഒറ്റമുലച്ച് ആരാഞ്ഞു. അയ്യോ മണ്ണിക്കണം. ഇതും പറഞ്ഞ അയാൾ വേഗം അകത്തേക്ക് പോയി ഒരു ചെറു കിഴിയും എടുത്തു കൊണ്ടുവന്നു ഒറ്റമുലച്ചിക്ക് കൊടുക്കുകയും ചെയ്തു. അതും വാങ്ങിച്ചുകൊണ്ട് ഒറ്റമുലച്ചി കൂരിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴും
കാട്ടുമൂപ്പൻ പേടിയാൽ വെട്ടിവേർക്കുന്നുണ്ടായിരുന്നു. വീണ്ടും മറ്റൊരു അമാവാസി നാൾ വന്നെത്തി. പതിവ് പോലെ ഒറ്റമുലച്ചി ആരുടെയും കണ്ണിൽപ്പെടാതെ നാട്ടിൽ തന്റെ പുതിയ ഇരയെ തേടിയിറങ്ങി. ചെറുപ്പക്കാരനായ ദാമു തന്റെ പീടികയും പൂട്ടി കയ്യിൽ ഒരു സഞ്ചിയുമെടുത്ത് ഘോര ലക്ഷ്യമാക്കി നടക്കുകയാണ്. എങ്ങും കുറ്റാക്കൂരി ഇരുട്ടു മാത്രം. കുട്ടിക്കാലം മുതൽ കളിച്ചു വളർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ എത്ര ഇരുട്ടിയാലും കൂരയിലേക്കുള്ള വഴി ദാമുവിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു ചെന്നായ്ക്കളുടെ ഓരിടൽ കേട്ടു തുടങ്ങിയത്. വല്ലാത്തൊരു പേടി തന്നിലേക്ക് ചേക്കേറുന്നതായി ദാമുവിന് അനുഭവപ്പെട്ടു. അയാൾ നടത്തത്തിന്റെ വേഗത കൂട്ടി. പതിയെ അവിടമാകം വെളുത്ത പുകമറ വ്യാപിക്കുവാൻ തുടങ്ങി. ദാമു, എടാ നിക്ക്, ഞാൻ ദാ വരുന്നു. പിന്നിൽ നിന്നുള്ള സ്ത്രീ ശബ്ദം കേട്ട് ദാമു തിരിഞ്ഞു നോക്കി. അത് മീനുവായിരുന്നു, തന്റെ കളിക്കൂട്ടുകാരി. എന്താ പെണ്ണേ ഈ രാത്രി, അതും തനിച്ച്? ഇവിടെ കൊണ്ട് വരിക? ദാമു ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. പതിയെ അവൾ തന്റെ കയ്യിലെ റാന്തൽ വെളിച്ചവും എടുത്തുകൊണ്ട് ദാമുവിന്റെ അടുത്തേക്ക് നടന്നു. എന്തെന്നില്ലാത്തൊരു ആകർഷണീയത അവൾക്കിന്ന് വന്നു ചേർന്നിട്ടുണ്ടെന്ന് ദാമുവിന് തോന്നി. മെല്ലെ അവൾ വലതുകരം ദാമുവിന്റെ മുഖത്ത് സ്പർശിച്ചുകൊണ്ട്, ഞാൻ ഏട്ടനെ കാത്തിരിക്കുകയായിരുന്നു. എന്നെ മംഗല്യം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഏട്ടൻ മാത്രമായിരിക്കണം എന്നെനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അതിനിപ്പോ എന്താ? മീനുവിന്റെ വാക്കുകളെ കീറിമുറിച്ചുകൊണ്ട് ദാമു ചോദിച്ചു. അതിനൊന്നുമില്ല, പക്ഷേ എന്നിൽ നിന്ന് ഏട്ടൻ അകന്നു പോകുമോ എന്നൊരു പേടി. ദാമുവിന്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് മീനു പറഞ്ഞു. അപ്പോഴേക്കും അവളിൽ താൻ അടിമപ്പെട്ടു പോവുകയാണെന്ന് ആ പാവം ചെറുപ്പക്കാരൻ അറിഞ്ഞതേയില്ല. ഇല്ല, ഞാൻ നിനക്കുള്ളതാ പെണ്ണേ. എന്നാ വാ, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം എന്നും പറഞ്ഞ് മീനു ദാമുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ഏഴിലം പാല മരത്തിന്റെ ചൂട് ലക്ഷ്യമാക്കി നടന്നു. ഏഴിലം പാലയിലെ പൂത്തു നിൽക്കുന്ന പാലപ്പൂവിന്റെ സുഗന്ധം ദാമുവിനെ മത്തുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു. ചീവിടുകളുടെ അലോസരപ്പെടുത്തുന്ന ശബ്ദം ഇപ്പോൾ അവിടമില്ല. ഏഴിലം പാലമരത്തിന്റെ വേരുകൾക്കിടയിൽ സ്ഥാനം പിടിച്ച മീനുവും ദാമുവും പരസ്പരം പ്രണയ നിർവികാരരായി ആലിംഗനം ചെയ്തു. ദാമുവിനെ തന്റെ ശരീരത്തിലേക്ക് മീനൂട്ടി വല്ലാതെ ഇറുക്കി ചേർത്തു. ആ ചെറുപ്പക്കാരന് ശ്വാസം മുട്ടുന്നതായി അനുഭവപ്പെട്ടെങ്കിലും അയാൾ അത് പുറത്തു കാട്ടിയില്ല. സമയം കടന്നുപോയി. താൻ വേഗം തളർന്നു പോകുന്നതായി ദാമുവിന് അനുഭവപ്പെട്ടു. അതിനോടൊപ്പം കഴുത്തിൽ അകാരണമായ വേദനയും അനുഭവപ്പെടുന്നു. മീനൂട്ടിയുടെ ആലിംഗനത്തിൽ നിന്നും അയാൾ പലപ്പോഴായി മോചിതനാവാൻ ശ്രമിച്ചെങ്കിലും അതൊരു വിഫല ശ്രമമായിരുന്നു. പെട്ടെന്നായിരുന്നു ദൂരെ നിന്നും 2-3 തീപ്പന്തങ്ങൾ ഉയർന്നത്. അമ്പോയേ, കഥകളി ബഹു കേമായിരുന്നു കേട്ടോ. ശങ്കുണ്ണിയുടെ വാക്കുകൾ ശ്രവിച്ച അമ്പു മറുപടി എന്നോളം അതെ എന്ന രീതിയിൽ തലയാട്ടുക മാത്രമാണ് ചെയ്തത്. അപ്പോഴായിരുന്നു ശങ്കുണ്ണി മറ്റൊരു കാഴ്ച കാണാനിടയായത്. ഏഴിലം പാലയുടെ ചുവട്ടിൽ 2 മനുഷ്യരൂപങ്ങൾ. ആദ്യം അയാൾ ഒന്ന് ഭയന്നെങ്കിലും ധൈര്യം വീണ്ടെടുത്തുകൊണ്ട്, ആരാ അവിടെ എന്ന്? ശങ്കുണ്ണിയുടെ ശബ്ദം കേട്ട സ്ത്രീ വളരെ പൈശാചികമായി ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. മുഖത്തിലെ പല ഭാഗത്തായി പറ്റിക്കിടക്കുന്ന രക്തത്തുള്ളികളും അലങ്കോലമായി കിടക്കുന്ന കാർക്കുന്തലുകളും എല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു രക്തരക്ഷസാണ് തന്റെ മുന്നിൽ നിൽക്കുന്നുവെന്ന് ശങ്കുണ്ണിയും അൻപുവും തെറ്റിദ്ധരിച്ചു. തൊട്ടടുത്ത നിമിഷം രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ദാമുവിനെ കൂടി കണ്ടപ്പോൾ ഭയത്തിന് ആക്കം കൂട്ടി. പേടിയുടെ മൂർധാവിലെത്തിയ അമ്പു ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങി. ആ നിലവിളി കേട്ട് കുറച്ചകലെ നിന്ന് നടന്നു വന്നവർ അങ്ങോട്ടേക്ക് ഓടിയെത്തി. ഇനി ഇവിടെ നിന്നാൽ പന്തികേടാണെന്ന് മനസ്സിലാക്കിയ ഒറ്റമുലച്ചി മിന്നൽ വേഗത്തിൽ നാട്ടുകാരുടെ കണ്ണുകളിൽ പെടാതെ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി രക്തം നഷ്ടപ്പെട്ടതിനാൽ ദാമു തൽക്ഷണം മരണപ്പെട്ടിരുന്നു. പിറ്റേന്നത്തെ പുലർച്ചെ രക്തരക്ഷസാൽ മരണപ്പെട്ട ദാമുവിന്റെ വാർത്ത കേട്ടാണ് അവിടുത്തെ ജനങ്ങൾ ഉണർന്നത്. അതോടെ ആ ദേശത്തെ മുഴുവൻ മനുഷ്യരിലും രക്തരക്ഷസിനോടുള്ള ഭയം ഇരച്ചു കയറുകയും സന്ധ്യയായി കഴിഞ്ഞാൽ പിന്നെ ആരും വീട്ടിന് പുറത്തിറങ്ങാതെയുമായി. അതിനെ തുടർന്ന് ഒറ്റമുലച്ചിക്ക് ചെറുപ്പക്കാരുടെ ചൂട് രക്തം കിട്ടാതെ വന്നു. പിന്നീട് അവൾ തന്റെ പഴയ തന്ത്രമായ ചെറുപ്പക്കാരുടെ വീടുകൾ തേടി അമാവാസി നാടുകളിൽ എത്തുകയും അവരെ വശീകരിച്ച് അവരുടെ രക്തം നുകരുവാനും തുടങ്ങി. എന്നാൽ
ഒരു തെറ്റും ചെയ്യാത്ത ചെറുപ്പക്കാരെ കൊല്ലുന്നതിൽ ഒറ്റമുലച്ചിക്ക് നല്ല രീതിയിൽ ദുഃഖമുണ്ടായിരുന്നു. അത് കണ്ണുനീരായി മരണപ്പെട്ട ചെറുപ്പക്കാരുടെ വീടുകളിൽ പതിക്കുകയും അതുമൂലം ആ വീട്ടുകാർക്ക് സമ്പൽ സമൃദ്ധി വന്നു ചേരുകയും ചെയ്തു. കാലം കടന്നുപോയി. ദേശത്തെ ചെറുപ്പക്കാർ ദാരുണമായി മരണപ്പെട്ടുകൊണ്ടിരുന്നു. പല മന്ത്രവാദികളെയും ദേശത്ത് കൊണ്ടുവന്നു, രക്തരക്ഷസെന്ന് തെറ്റിദ്ധരിച്ച ഒറ്റമുലച്ചയെ ആവാഹിക്കാൻ. എന്നാൽ ഒന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ദേശത്തിനോട് ചേർന്ന കാവിനടുത്ത് ഒരു സന്യാസി വരുന്നത്. അവസാന ശ്രമമെന്നോളം ദേശത്തെ ജനങ്ങൾ അദ്ദേഹത്തെ പോയി കാണുകയും തങ്ങളുടെ പ്രശ്നങ്ങൾ ഉണർത്തുകയും ചെയ്തു. എല്ലാം കേട്ടുകഴിഞ്ഞ സന്യാസി തന്റെ ദിവ്യദൃഷ്ടിയിൽ എല്ലാം കണ്ടു. എല്ലാം മറിഞ്ഞിരിക്കുന്നു. ചെറുപ്പക്കാരായ പുരുഷന്മാരുടെ മരണത്തിന് കാരണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു രക്തരക്ഷസല്ല, മറിച്ച് വനത്തിൽ വസിക്കുന്ന സ്ത്രീയാണ്. രക്തം പാനം ചെയ്യുവാനാണ് അവൾ ചെറുപ്പക്കാരായ പുരുഷന്മാരെ കൊല്ലുന്നത്. ഇത് കേട്ട ജനങ്ങൾ ദേഷ്യത്തോടെ വിറയാറുന്നു. വനത്തിൽ വസിക്കുന്ന മനുഷ്യരാണ് ഇതിന് പിന്നിലെന്ന് അവർ തെറ്റിദ്ധരിക്കുകയും ഒട്ടും സമയം കളയാതെ ഒരു കൂട്ടം പുരുഷഗണങ്ങൾ കാട് കയറുകയും വനത്തിൽ വസിക്കുന്ന മനുഷ്യരെ ദാരുണമായി കൊല്ലുവാനും തുടങ്ങി. ഇതോടെ ഒറ്റമുലച്ചി തന്നെ ആക്രമിക്കാൻ വന്ന മനുഷ്യരോട് ശക്തമായി പോരാടി. ഒരു പെണ്ണ് ഇത്രയും ആണുങ്ങളെ തറപറ്റിച്ചു എന്ന് അവർക്ക് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. പലരും ഒറ്റമുലച്ചിയുടെ കരങ്ങളാൽ മരണപ്പെട്ടു. പകലെന്നില്ല രാത്രിയെന്നില്ലാതെ 3 ദിവസത്തെ തുടർന്ന പോരാട്ടത്തിൽ ഒറ്റമുലച്ചിക്ക് താങ്ങായി വനത്തിലെ മൃഗങ്ങളും കാട്ടിൽ വസിക്കുന്ന മനുഷ്യർ കൂടെ ചേർന്നു. അവസാനം തോൽവി സമ്മതിച്ച നാട്ടിലെ മനുഷ്യർ കാടിറങ്ങി. വീണ്ടും ആ സന്യാസിയുടെ മുന്നിൽ അവർ തൊഴുകയോടെ വന്നു നിന്നു. എന്താ, അവളെ പിടിച്ചു കെട്ടാൻ സാധിച്ചില്ല അല്ലേ? സന്യാസിയുടെ ചോദ്യത്തിന് മുന്നിൽ അവിടെ കൂടിയിരുന്നവർ തലതാഴ്ത്തി. എന്റെ വാക്കുകൾ പൂർണ്ണമായി ശ്രവിക്കാത്തത് കൊണ്ടാണ് നിങ്ങളിൽ പലരും മരണപ്പെട്ടത്. അവൾ സാധാരണ സ്ത്രീയല്ല. പല മാനുഷിക ശക്തികളും അവൾക്കുണ്ട്. കാട്ടിലെ ഗജത്തോടും കാട്ടു ചെന്നായ്ക്കളോടും എന്തിന്, കടുവകളോട് പോലും മല്ലയുദ്ധം നടത്തുന്ന അവളുടെ ശക്തിക്ക് മുന്നിൽ നിങ്ങൾ 100 പേര് ചെന്ന് പോരാടിയാലും വിജയം അവൾക്കായിരിക്കും. 5 പഞ്ചഭൂതങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്നവൾ, മൃഗഭാഷ അറിയുന്നവൾ, എല്ലാത്തിനുപരി ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹമുള്ളവൾ. അവളുടെ നാമോദയം ഒറ്റമുലച്ചി. അവളെ തടയുവാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അല്ലയോ മഹാനുഭവ, അങ്ങ് ഇത് പറയരുതേ. നമ്മുടെ ആൺമക്കൾ മരണപ്പെടുകയാണ്. ഇനി ഇതിനൊരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ അമ്മമാരും ആത്മഹൂതി നൽകും. ഇത് തീർച്ച. ഒരു അമ്മയുടെ ദൃഢനിശ്ചയത്തിനെ മാറ്റുവാൻ ഈ ഭൂമി മലയാളത്തിൽ ആരെ കൊണ്ടും സാധിക്കില്ല എന്ന് സന്യാസിക്ക് അറിയാമായിരുന്നു. കുറച്ചു നേരത്തേക്ക് അദ്ദേഹം മൗനമായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രമിക്കാനായി എല്ലാവരും കാത്തിരുന്നു. എവിടെ നിന്നോ ഒരു ചെറു കാറ്റ് വീശി. ആൽമരച്ചില്ലിൽ ഉണ്ടായിരുന്ന ആലിലകൾ പൊഴിഞ്ഞു നിലത്തു വീഴുകയും ചെയ്തു. മാനത്ത് ചെറിയ രീതിയിൽ ഇടിവെട്ടുവാനും അതിനോടൊപ്പം മിന്നൽ പിണർപ്പുകൾ രൂപപ്പെടുവാനും ആരംഭിച്ചു. സൂര്യനെ മറച്ചുകൊണ്ട് കാർമേഘങ്ങൾ മാനത്ത് തിങ്ങി നിറഞ്ഞിരിക്കുന്നു. സന്യാസി പതിയെ കണ്ണുകൾ തുറന്നു. ഒരു വഴിയുണ്ട് അവളെ തിളയ്ക്കാൻ. ഭദ്രകാളി പ്രീതിയിലൂടെ അവളുടെ ശക്തികളെ നശിപ്പിച്ച് അവളെ അഗ്നിക്ക് ഇരയാക്കണം. ഇത് കേട്ട് അവിടെ കൂടിയിരുന്നവർ സന്തോഷിച്ചു. സന്തോഷിക്കാൻ വരട്ടെ. ഈ കർമ്മം ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഈ കർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അവൾ എന്നെ വകവരുത്തും. അപ്പോ ആര് നമ്മളെ രക്ഷിക്കും? ഗ്രാമത്തലവന്റെ സംശയത്തിനും സന്യാസിയുടെ പക്കൽ ഉത്തരമുണ്ടായിരുന്നു. ഒറ്റമുലച്ചിയെ തളയ്ക്കുവാൻ തന്ത്രമന്ത്ര വിദ്യകളിലും ആയോധന കലകളിലും പ്രാവീണ്യം നേടിയ ഒരു ബാലനെ കൊണ്ടേ അത് സാധിക്കും. ആരാ ആ ബാലൻ? വീണ്ടും ഗ്രാമത്തലവന്റെ ചോദ്യമുയർന്നു. തിരുവിതാംകൂറിലെ പ്രസിദ്ധമായ ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ നിന്ന് അല്പം തെക്കുമാറിയുള്ള തേവല്ലശ്ശേരി നമ്പിയുടെ തറവാട്. ഇവർ പാരമ്പര്യമായുള്ള കുലവിദ്യ മന്ത്രവാദമായിരുന്നു. അതിനോടൊപ്പം
ആറമുള്ള വടക്കേക്കര നെടുംപ്രയാർ എന്ന ദേശത്ത് ഒരു കളരിയുമുണ്ട് ഇവർക്ക്. ആ കളരിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മൂർത്തി ഭദ്രകാളിയാണ്. അമ്മേ ഭഗവതി. ആ തറവാട്ടിലെ ദാമോദരൻ നമ്പി എന്ന ബാലനാണ് ഈ കർമ്മം ചെയ്യാൻ യോഗ്യൻ. പക്ഷെ ഒരു ബാലനെ കൊണ്ട് ഇത്രയും ശക്തിശാലിയായ, അതുപോലെ അമാനുഷിക ശക്തിയോടുള്ള ഒറ്റമുലച്ച് തളയ്ക്കാൻ സാധിക്കുമോ? നാട്ടുകാർ ഒരേ സ്വരത്തിൽ ചോദിച്ചു. ഒരു ചെറു പുഞ്ചിരി അവർക്ക് സമ്മാനിച്ചുകൊണ്ട് സന്യാസി തുടർന്നു. യന്ത്രസാരം, പ്രപഞ്ചസാരം, മന്ത്രസാരം, പ്രയോഗസാരം, ശാരദ തിലകം എന്നീ ഗ്രന്ഥങ്ങൾ ഹൃദയസ്ഥമാക്കിയ ആ ബാൽ സാധാരണക്കാരനല്ല. എന്തുകൊണ്ടും ഒറ്റമുലച്ചേ തളയ്ക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ആ ബാലനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. പക്ഷേ തിരുവിതാംകൂർ വരെ യാത്ര ചെയ്യുക എന്നത് കാഠിന്യം തന്നെയാണ്. എന്നാൽ അതിനേക്കാളുപരി വനം വഴിയാണ് യാത്ര ചെയ്യേണ്ടത്. ആ യാത്ര തടയുവാൻ രക്തരക്ഷസ് അവിടെ ഒരുങ്ങി നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെ തിരുവിതാംകൂർ എത്തും? അതുപോലെ തന്നെ തിരുവിതാംകൂർ എത്തിയെന്നിരിക്കട്ടെ, ഏതെങ്കിലും മാതാപിതാക്കൾ തന്റെ മക്കളെ മരണസമാനമായ ഈ കർമ്മത്തിലേക്ക് പറഞ്ഞുവിടുമോ? ശ്രീരംഗൻ എന്ന ചെറുപ്പക്കാരന്റെ സംശയത്തിനു മുന്നിൽ ആ സന്യാസി കുറച്ചു നേരം മൗനമായിരുന്നു. സമയം കടന്നുപോയി. അവിടെ കൂടിയിരുന്ന ജനങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് സന്യാസി തുടർന്നു. അതിനും എന്റെ പക്കൽ വഴിയുണ്ട്. വരുന്ന അമാവാസി നാളിലാണ് നിങ്ങൾ യാത്ര തുടങ്ങേണ്ടത്. അതുമാത്രമല്ല, 10 പേരടങ്ങുന്ന 4 കൂട്ടമായി മാറി വനത്തിന്റെ വെവ്വേറെ പാതകൾ വഴിയാണ് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത്. പിന്നെ അവിടെ എത്തിയാൽ നാം തരുന്ന ഖണ്ഡിതം തേവല്ലശ്ശേരി കാരണവരുടെ കയ്യിൽ ഏൽപ്പിക്കണം. പിന്നീട് എല്ലാം വിധി പോലെ നടക്കും. ഇതും പറഞ്ഞ് സന്യാസി വീണ്ടും മൗനത്തിലാണ്ടു. ജനങ്ങൾ പിരിഞ്ഞുപോയി. അങ്ങനെ വീണ്ടും ഒരു അമാവാസി നാൾ വന്നെത്തി. അതിനു മുന്നോടിയായി തന്നെ ഗ്രാമത്തലവൻ മധ്യവയസ്കരായ ആണുങ്ങളുടെ 10 പേരടങ്ങുന്ന 4 കൂട്ടമായി തിരിച്ചിരുന്നു. വാർദ്ധക്യൻ, നിഗംബരൻ, രുദ്രവീരൻ, ഇന്ദ്രചൂടൻ എന്നിവരായിരുന്നു ആ കൂട്ടങ്ങളുടെ തലവന്മാർ. അവർ ഓരോരുത്തരുടെയും പക്കൽ സന്യാസി ഓരോ കടിതങ്ങൾ കൊടുത്തു. പിന്നെ കുറച്ച് ഉപദേശങ്ങളും. അങ്ങനെ അവർ യാത്ര തിരിച്ചു. വാർദ്ധക്യനും സംഘവും ജലപാത വഴിയും, നിഗംബരനും സംഘവും കാട്ടുപാത വഴിയും, രുദ്രവീരനും സംഘവും വിഷഹാരി വനം വഴിയും യാത്ര തിരിച്ചു. പക്ഷെ ഇന്ദ്രചൂടനും സംഘവും മാത്രം സന്യാസി പറഞ്ഞു കൊടുത്ത നിഗൂഢ വഴിയാണ് യാത്ര ചെയ്തത്. അങ്ങനെ ആ യാത്ര ആരംഭിച്ചു. എന്നാൽ ഇതൊന്നും അറിയാതെ ഒറ്റമുലച്ചി തന്റെ ഇരയെ തേടി നാട്ടിലിറങ്ങിയിരുന്നു. വയലോരത്തായി ഒറ്റപ്പെട്ടു കിടന്ന ഒരു ഇല്ലം ഒറ്റമുലച്ചിയുടെ കണ്ണിൽപ്പെട്ടു. ശ്രീരംഗൻ കുളി കഴിഞ്ഞ് മുറിയിൽ വന്ന് വസ്ത്രങ്ങൾ മാറ്റുകയായിരുന്നു. പെട്ടെന്നാണ് പുറകിലെ ജനാലപ്പടിയിൽ നിന്നും കാമനീയമായ സ്ത്രീ ശബ്ദമുയർന്നത്. ഒരു ഞെട്ടലോടെ ശ്രീരംഗൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. അതിസുന്ദരിയായ ഒരുവൾ വിവസ്ത്രയായി നിൽക്കുന്നു. അവളുടെ കാർകൂന്തൽ ശരീരത്തെ ഭാഗികമായി മറച്ചിട്ടുണ്ട്. ഇങ്ങടുത്ത് വരൂ. ഈ പാരിജാത പുഷ്പങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. ഞാൻ വേണ്ടേ നിനക്ക്? ഈ പുഷ്പത്തിലെ ഗന്ധം നിനക്ക് ആസ്വദിക്കണ്ടേ? മാധുര്യമേറിയ അവളുടെ വാക്കുകൾ കേട്ട് ഒരു കളിപ്പാവ കണക്കെ ശ്രീരംഗൻ അനുസരിച്ചു. മെല്ലെ അവളുടെ കയ്യിൽ നിന്നും ആ ചുവന്ന പാരിജാത പൂക്കൾ വാങ്ങി മണത്തു നോക്കി. ചുറ്റും ഒരു വെളുത്ത പുകമറ മാത്രം. ജനാലകൾക്കിടയിൽ കൂടി അവളുടെ കരങ്ങൾ അകത്തേക്ക് നീണ്ടുവന്നു. ശ്രീരംഗനെ ആലിംഗനം ചെയ്തു. സമയം കടന്നുപോയി. ആ ചെറുപ്പക്കാരന്റെ കഴുത്തിൽ നിന്നും ഒറ്റമുലച്ച് ചുടുരക്തത്തെ നുണഞ്ഞു കുടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഇരയുടെ രക്തത്തിൽ നിന്നും ഇരയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മകളെയും വായിച്ചെടുക്കുവാനുള്ള സിദ്ധി ഒറ്റമുലച്ചിക്കൊണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ കോപത്താൽ ചുവന്നു. തന്നെ വകവരുത്തുവാനായി നാട്ടുകാർ രൂപപ്പെടുത്തിയ തന്ത്രം അത് അവളെ വളരെ കോപാകുലയാക്കി. തന്റെ തന്ത്രമന്ത്ര വിദ്യകളിലൂടെ അവൾ പൂർണ്ണമായി രക്തരക്ഷതായി മാറുകയും ചെയ്തു. പിന്നീട് ആ ദേശത്തരങ്ങേറിയത് മരണത്തിന്റെ സംഹാര താണ്ഡവമായിരുന്നു. എങ്ങും നിലവിളികൾ ഉയർന്നു. പല കൂരകളും അഗ്നിക്കിരയായി. വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ പലരും കൊല്ലപ്പെട്ടു. പ്രതികാരം ഇതുകൊണ്ടും തീർന്നില്ല.
തനിക്കെതിരെ തിരിഞ്ഞ ആ 4 സംഘത്തെയും വകവരുത്തുവാനായി ഒറ്റമുലച്ചി തന്റെ സേവകരായ വന്യമൃഗങ്ങളെ പറഞ്ഞയച്ചു. ആ കാളരാത്രി എങ്ങനെയോ കടന്നുപോയി. ഇതൊന്നും അറിയാതെ ആ 4 അംഗ സംഘം യാത്ര തുടർന്നുകൊണ്ടിരുന്നു. വാർദ്ധക്യനും സംഘവും നദി വഴി മുളതോണിയുടെ സഹായത്തോടെ മുന്നോട്ടേക്ക് പോവുകയായിരുന്നു. പെട്ടെന്നായിരുന്നു കുറച്ചകലെ നിന്നും കുറേയധികം തടിക്കഷ്ണങ്ങൾ തങ്ങൾക്ക് നേരെ ഒഴുകി വരുന്നതായി അവർ കണ്ടത്. അടുത്ത നിമിഷം കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ അലറി, മുതല 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 മുതല. ഇത് കേട്ട് എല്ലാവരുടെയും ശരീരത്തിൽ തണുപ്പ് ഇരച്ചു കയറി. ഈ നദിയിൽ മുതല എന്നത് കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യം. പിന്നെ എങ്ങനെ ഇത്രയധികം മുതലകൾ ഇവിടെ? വാർദ്ധക്യന് തല കറങ്ങുന്നതായി തോന്നി. ചുറ്റും നിലവിളികൾ ഉയർന്നു. കൂടെയുള്ളവർ പേടിച്ച് നദിയിലേക്ക് എടുത്തു ചാടി. പക്ഷേ അവിടെയും രക്ഷയില്ല. 4 ചുറ്റാലും വള്ളത്തെ വളഞ്ഞ മുതലകൾ നദിയിലേക്ക് ചാടിയവരെ വേട്ടയാടി ആഹാരമാക്കുകയും ചെയ്തു. നദിയാകമാനം ചുടുചോരയാൽ നിറഞ്ഞു. വള്ളം പതിയെ നദിക്കുള്ളിലേക്ക് താണുപോയി. ഇതേ സമയം രുദ്രവീരനും സംഘവും വിഷഹാരി വനം വഴി യാത്ര ചെയ്യുകയാണ്. രുദ്ര, ഈ കാട് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ചുറ്റുപാടും നോക്കിക്കൊണ്ട് സേനൻ പറഞ്ഞു. ചങ്ങായി, പേടി ഒരു പരിധി വരെ നല്ലതാണ്. പക്ഷെ അധികമായാൽ അത് നമുക്ക് തന്നെ ദോഷമായി മാറും. ഓർമ്മയുണ്ടോ നമ്മൾ ഒറ്റമുലച്ചയെ തളയ്ക്കാൻ വനത്തിൽ പോയത്? അവിടെ വെച്ച് അവളുടെ ഉഗ്രരൂപം കണ്ട് നീ ബോധം കെട്ട് വീണത്. അന്ന് ഞാനും നിന്നോടൊപ്പം നിന്നെ പോലെ പേടിച്ചിരുന്നെങ്കിൽ ഇന്ന് നീയും ഞാനും ജീവനോടെ ഇവിടെ ഉണ്ടായിരിക്കില്ല. നിന്നെയും തോളിലെടുത്തുകൊണ്ട് ഓടിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇതും പറഞ്ഞ് രുദ്രൻ മുന്നോട്ടേക്ക് നടന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. 100,000 വരുന്ന വിഷസർപ്പങ്ങൾ മരച്ചില്ലുകളിൽ നിന്നും അവരുടെ ദേഹത്തേക്ക് പതിക്കുവാൻ തുടങ്ങി. എന്തു ചെയ്യണമെന്നറിയാതെ രുദ്രൻ നിലത്തിരുന്നു പോയി. പലരും സർപ്പങ്ങളുടെ വിഷക്കടിയേറ്റ് ഇഞ്ചിഞ്ചായി മരണപ്പെട്ടുകൊണ്ടിരുന്നു. ബാക്കിയുള്ളവർ വനത്തിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറി. പക്ഷേ രക്ഷയില്ല. അവിടെ വീശിയ കാറ്റിലും സർപ്പവിഷം കലർന്നിരുന്നു. മെല്ലെ മെല്ലെ സൂര്യന്റെ കിരണങ്ങൾ മങ്ങുവാൻ ആരംഭിച്ചു. എങ്ങും ഇരുട്ട് വ്യാപിക്കുവാൻ തുടങ്ങി. കയ്യിലെ തീപന്തത്തിന്റെ സഹായത്തോടെ നിഗംബരനും സംഘവും കാട്ടുപാത വഴി തിരുവിതാംകൂർ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. മാനത്ത് ഇടിമുഴക്കം കേൾക്കുവാൻ തുടങ്ങി. നിഗംബരാശാനെ, മതിയാക്കാം ഇന്നത്തെ യാത്ര. കണ്ടില്ലയോ മാനത്ത് ഇടിമുഴങ്ങുന്നത്? ഏതായാലും നക്ഷത്രങ്ങൾ മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള വഴി നിശ്ചയിക്കാൻ സാധ്യമല്ല. പങ്കന്റെ ചിന്തകൾ ശരിയാണെന്ന് മനസ്സിലാക്കിയ നിഗംബരൻ ആ യാത്ര അവിടെ വെച്ച് നിർത്തി. ദിവസങ്ങളായുള്ള യാത്രയിൽ എല്ലാവരും നല്ല രീതിയിൽ തളർന്നിരുന്നു. പതിയെ അവിടെയുള്ള മരച്ചില്ലകൾ വെച്ച് അവർ വലിയൊരു കൂര നിർമ്മിക്കുകയും അതിന്റെ കീഴെ വിശ്രമിക്കുവാനും തുടങ്ങി. പക്ഷേ നിഗംബരൻ മാത്രം ഉണർന്നിരുന്നു. അപ്പോഴായിരുന്നു അദ്ദേഹം ദൂരെ നിന്നും കുറച്ച് തീപ്പന്തങ്ങൾ തങ്ങളുടെ അടുത്തേക്ക് വരുന്നതായി കണ്ടത്. അതിനോടൊപ്പം കാറ്റിൽ 7 ഇളം പാലപ്പൂവിന്റെ മത്തുപിടിപ്പിക്കുന്ന സുഗന്ധവും. ആരോ പിടിച്ചു നിർത്തിയതുപോലെ മാനത്ത് അത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന ഇടിമുഴക്കങ്ങൾ അവസാനിച്ചിരിക്കുന്നു. പതിയെ പതിയെ സ്ത്രീകളുടെ ശൃംഗാരവും കേട്ടു തുടങ്ങി. അത്രയും നേരം ഉറങ്ങിക്കിടന്ന പുരുഷന്മാർ സ്ത്രീകളുടെ സംസാര ശബ്ദം കേട്ട് ഉണരുകയും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി തുടങ്ങുകയും ചെയ്തു. കുറേയധികം സ്ത്രീകൾ തീപന്തവുമായി തങ്ങൾക്ക് നേരെയാണ് വരുന്നത്. ഇത്രയധികം സുന്ദരികളായ സ്ത്രീകളെ നിഗംബരനോ സംഘത്തിലെ മറ്റുള്ളവരോ ഇതുവരെ കണ്ടിട്ടേയില്ല. നിങ്ങൾ ആരാ? ഈ പാതിരാത്രിയിൽ എങ്ങോട്ടാ? തന്റെ കണ്ണിലെ കാമനോട്ടം മറച്ചുകൊണ്ട് നിഗംബരൻ ചോദിച്ചു. അതിന് മറുപടി എന്നോണം കൂട്ടത്തിലെ ഒരുവൾ മുന്നോട്ടേക്ക് വന്ന് നിഗംബരനെ നോക്കി വശ്യമായി ചിരിച്ചുകൊണ്ട്, ഞാനല്ലേ, ഞങ്ങൾ പൂന്താണി ഗ്രാമത്തിൽ നിന്നുള്ളവരാണ്. തിരയാടും ഗ്രാമത്തിൽ കഥകളി നടക്കുകയായിരുന്നു. അത് കണ്ടിട്ട് വരുന്ന വഴിയാണ്. പക്ഷേ വളരെ വൈകിപ്പോയി. അല്ലി മറുപടി നൽകി. നിങ്ങളുടെ ഗ്രാമത്തിൽ എന്താ പുരുഷന്മാരില്ലേ? കാരണം ഈ കാടത്ര സുരക്ഷിതമല്ല, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. നിഗംബരന്റെ ചോദ്യത്തിന് മറുപടി എന്നോളം അല്ലി തുടർന്നു. ഇല്ല, എന്റെ ഗ്രാമത്തിൽ പുരുഷന്മാർ നന്നേ കുറവാണ്. ഉള്ളവരാണെങ്കിൽ വാർദ്ധക്യം ബാധിച്ചവരും. എന്തു പറയാന്,
ഗ്രാമത്തിലെ 3/4 സ്ത്രീകളുടെയും മംഗല്യം ഇതുവരെ നടന്നിട്ടില്ല. ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അല്ലി നിർത്തി. ഇത് കേട്ട് നിഗംബരനും സംഘവും ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷത്താൽ തുള്ളിച്ചാടുകയായിരുന്നു. പക്ഷേ പുറത്ത് കാണിച്ചില്ല. ഏതായാലും സമയം ഇത്രമായില്ലേ, ഇനി നേരം വെളുത്തിട്ട് യാത്ര ചെയ്യുന്നുള്ളൂ. അതുവരെ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാം. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്ന്. നിഗംബരനും സംഘത്തിനും ഇതിൽ പുറം സന്തോഷം വേറെ ഇല്ലായിരുന്നു. പാലപ്പൂവിന്റെ സുഗന്ധം ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. നിഗംബരന്റെ സംഘവും അല്ലിയുടെ കൂട്ടത്തിലെ സ്ത്രീകളും പരസ്പരം നർമ്മസല്ലാപത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങൊന്നേ, എനിക്ക് വല്ലാത്തൊരു ദാഹം. അടുത്തൊരു പുഴ ഒഴുകുന്നുണ്ട്. അതിലെ ജലത്തിന് നല്ല മധുരമാണ്. കുടിക്കാൻ ഒരു ആഗ്രഹം. വിരോധമില്ലച്ച എന്റെ കൂടെ വരാം. ഒറ്റയ്ക്ക് നടക്കാൻ പേടിയാ. നാണം കുണുങ്ങിക്കൊണ്ട് അല്ലി പറഞ്ഞു. അതിനെന്താ, ഞാൻ കൂടെ വരാമല്ലോ. ഇതും പറഞ്ഞ് നിഗംബരൻ നിലത്ത് നിന്ന് പതിയെ എഴുന്നേറ്റ് ചുറ്റും മിന്നാമിനി കൂട്ടം പാറി പറക്കുവാൻ തുടങ്ങി. പുഴ ലക്ഷ്യമാക്കി അല്ലി മുന്നിലായും നിഗംബരൻ പിന്നിലായും നടക്കുവാൻ തുടങ്ങി. അല്ലിയുടെ ശരീരഴക് നിഗംബരൻ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അല്പസമയത്തെ കാൽനടയ്ക്ക് ശേഷം അവർ ഇരുവരും പുഴയുടെ അടുത്തെത്തി. കോച്ചി പിടിക്കുന്ന തണുപ്പ് നിഗംബരൻ അനുഭവപ്പെട്ടു. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അല്ലി അടുത്ത് കണ്ട പാറക്കല്ലിൽ മേൽ ചെന്നിരുന്നു. പിന്നാലെ നിഗംബരനും. കുറച്ചു സമയം അവർ കണ്ണോട് കണ്ണ് പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. കൃഷ്ണമണികൾ പരസ്പരം സംസാരിക്കുകയാണെന്ന് നിഗംബരൻ അനുഭവപ്പെട്ടു. എന്താ ഇങ്ങനെ നോക്കുന്നത്? അല്ലേ ആരാഞ്ഞു. അതൊന്നുമില്ല. ഇത്രയും അഴകുള്ള പെണ്ണിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. താഴമ്പു പോലത്തെ കണ്ണുകൾ, പനിനീർ പൂവിന്റെ നിറമുള്ള അധരങ്ങൾ, കോവളപ്പൂ പോലത്തെ കഴുത്ത്, ഇതെല്ലാം കാണുമ്പോൾ ഞാൻ അറിയാതെ നിന്റെ അടിമയായി പോവുകയാണ്. ഈ രാത്രി നിന്നെ എനിക്ക് നൽകാമോ? വികാരഭരിതനായി നിഗംബരൻ ചോദിച്ചു. ഇത് കേട്ട് അല്ലി പുഞ്ചിരിച്ചുകൊണ്ട് നദിയിലേക്ക് നോക്കിയിരിക്കുക മാത്രമാണ് ചെയ്തത്. മൗനം സമ്മതം എന്ന് മനസ്സിലാക്കിയ നിഗംബരൻ മെല്ലെ എഴുന്നേറ്റ് അല്ലിയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ ശരീരത്തിന് പാലപ്പൂവിന്റെ സുഗന്ധമാണെന്ന് നിഗംബരൻ തിരിച്ചറിഞ്ഞു. പൂർണ്ണമായി കാമത്തിലാകപ്പെട്ട നിഗംബരൻ ഒരു വന്യമൃഗം കണക്കെ അല്ലിയെ ആലിംഗനം ചെയ്തു. എന്നാൽ മറത്തൊന്നും പ്രതികരിക്കാതെ അല്ലിയും നിഗംബരനെ ആലിംഗനം ചെയ്യുകയാണ് ഉണ്ടായത്. നിഗംബരന്റെ ശ്വാസോച്ഛ്വാസം ദ്രുതഗതിയിലായി. പെട്ടെന്നായിരുന്നു വനത്തിന്റെ ഉള്ളിൽ നിന്നും നിഗംബരന്റെ സംഘത്തിലെ ആളുകളുടെ വേദനയോടുകൂടിയ നിലവിളി ഉയർന്നു തുടങ്ങിയത്. അയ്യോ, അത് എന്റെ കൂട്ടുകാരുടെ നിലവിളിയല്ലേ? ഏതെങ്കിലും വന്യമൃഗം അവരെ ആക്രമിച്ചു കാണുമോ? ഇതും പറഞ്ഞ നിഗംബരൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടുവാൻ തുടങ്ങവേ അതിനു മുൻപേ തന്നെ അല്ലി പിറകിൽ നിന്നും ഇരു കരങ്ങൾ കൊണ്ടും നിഗംബരനെ ആലിംഗനം ചെയ്തു. അല്ലി വിടൂ, ഇപ്പോൾ സല്ലാപത്തിനുള്ള സമയമല്ല, ഞാൻ പോട്ടെ. ഇതും പറഞ്ഞ അയാൾ തന്നെ മുറുകി പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ നിന്ന് വഴുതി മാറുവാൻ ശ്രമിച്ചു. എന്നാൽ അതിന് സാധിച്ചില്ല. നിഗംബരൻ തന്റെ സകല ശക്തിയും എടുത്ത് ആ കരങ്ങൾ വിടുവിപ്പിച്ച് പിറകിലോട്ടേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ കണ്ട കാഴ്ച നിഗംബരന് തന്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ സാധിച്ചില്ല. പടുവൃദ്ധയായ ഒരു സ്ത്രീ വിവസ്ത്രയായി തന്റെ മുന്നിൽ നിൽക്കുന്നു. അവരുടെ മുഖത്ത് തെളിഞ്ഞു വന്ന പൈശാചിക പുഞ്ചിരി അവിടെ ഉണ്ടായിരുന്ന തീപന്തത്തിൽ നിഗംബരൻ വളരെ വ്യക്തമായി കണ്ടു. നിങ്ങൾക്ക് എന്ത് വേണം? പിറകിലോട്ടേക്ക് മാറിക്കൊണ്ട് വിറയാർന്ന സ്വരത്തിൽ എങ്ങനെയോ നിഗംബരൻ ചോദിച്ചു. എന്നെ അറിയില്ലേ? താഴമ്പ് പോലത്തെ കണ്ണുകളുള്ള പനിനീർ പൂവിന്റെ നിറമുള്ള അതരങ്ങളോട് കൂടി അവൾ. പിന്നെ കോവളപ്പ് പോലത്തെ കഴുത്തുള്ള ഞാൻ അല്ലേ? ഇത്രയും പെട്ടെന്ന് എന്നെ മറന്നുപോയോ? ഇത് കേട്ട് നിഗംബരൻ സ്തംഭിച്ചിരുന്നു പോയി. ഇത്രയും നേരം തന്നോടൊപ്പം സംസാരിച്ചിരുന്ന സുന്ദരിയായ സ്ത്രീ വൃദ്ധയാണെന്ന് മനസ്സിലാക്കിയ ചെറുപ്പക്കാരന് ബോധം നഷ്ടപ്പെടുന്നതായി തോന്നി. എനിക്ക് വിശക്കുന്നു. നിന്റെ ശരീരം വേണം. നിന്റെ മാംസം എനിക്ക് വേണം. എനിക്ക് വിശക്കുന്നു. ഇതും പറഞ്ഞ ആ വൃദ്ധയായ സ്ത്രീ നിഗംബരന് നേരെ പാഞ്ഞെടുക്കുകയും
കണ്ണു ചിമ്മുന്ന സമയം കൊണ്ട് തന്നെ അയാളുടെ വയറ് കീറി അതിലെ ഞരമ്പുകളും രക്തവും ഭക്ഷിക്കുവാനും തുടങ്ങി. ഒന്ന് നിലവിളിക്കുവാൻ പോലും ആകാതെ നിഗംബരൻ തൽക്ഷണം മരണപ്പെട്ടു. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വളരെ ആസ്വദിച്ച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മെല്ലെ മാനത്ത് സൂര്യന്റെ പൊൻകിരണങ്ങൾ വ്യാപിക്കുവാൻ തുടങ്ങി. പക്ഷികൾ തന്റെ കൂട്ടിൽ നിന്നും പുറത്തേക്ക് വരുവാൻ ആരംഭിച്ചു. വനത്തിന്റെ അങ്ങിങ്ങായി പുഷ്പങ്ങൾ പൂത്തു തുടങ്ങി. ഇന്ദ്രചൂടനും സംഘവും വളരെ ഉത്സാഹത്തോടെ തിരുവിതാംകൂർ ലക്ഷ്യമാക്കി മുന്നേറുകയാണ്. ഇന്ദ്ര, നിൽക്ക്. ദൂരെ നിന്ന് കാളവണ്ടിയുടെ പോകുന്ന ശബ്ദമല്ലേ കേട്ടത്? ചെമ്പന്റെ വാക്കുകൾ ശ്രവിച്ച ഇന്ദ്രചൂടനും മറ്റുള്ള ആളുകളും ആ ശബ്ദം ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അതെ, ഇതൊരു കാളവണ്ടിയുടെ ശബ്ദം തന്നെ. സംഘത്തിൽ നിന്നൊരാൾ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു. അടുത്ത നിമിഷം എല്ലാവരും അങ്ങോട്ടേക്ക് പാഞ്ഞു. എന്നാൽ ഇത് മറ്റാർക്കോ ഇഷ്ടമായില്ല. പെട്ടെന്ന് ആ വനം ഒന്നിളകയാടുവാൻ തുടങ്ങി. എന്തോ വലിയ ആപത്ത് തങ്ങൾക്ക് നേരെ വരുന്നുണ്ടെന്ന് ഇന്ദ്രചൂടനും സംഘത്തിനും ബോധ്യമായി. പിന്നിൽ നിന്നും സുധർമ്മന്റെ വേദനയോടുകൂടിയ നിലവിളി ഉയർന്നു. എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നാൽ അവിടെ സുധർമ്മൻ ഉണ്ടായിരുന്നില്ല. ഭയത്താൽ എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും സ്തംഭിച്ചു നിൽക്കുകയാണ്. ഇന്ദ്രചൂടൻ മെല്ലെ തന്റെ കാൽപാദങ്ങൾ പുറകിലോട്ടേക്ക് വച്ചു നടക്കുവാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയെന്നോളം മരച്ചില്ലകളിൽ ഇരുന്ന കുരങ്ങന്മാർ അസഹ്യമായി ശബ്ദമുണ്ടാക്കുവാൻ ആരംഭിച്ചു. അടുത്ത നിമിഷം ചീറ്റപ്പുലികളുടെ കൂട്ടം ഇന്ദ്രചൂടന്റെ സംഘത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങൾ കൊണ്ടവർ ചേർത്തു നിന്നെങ്കിലും രക്ഷയില്ല. പതിയെ ഓരോരുത്തരായി കൊല്ലപ്പെടുവാൻ തുടങ്ങി. ഇനിയും ഇവിടെ നിന്നാൽ ബാക്കി അവശേഷിക്കുന്നവരും കൊല്ലപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രചൂടൻ പിന്തിരിഞ്ഞോടുവാൻ ആഹ്വാനം കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പാഞ്ഞു. പിന്നിൽ നിന്നും പലരുടെയും നിലവിളികൾ ഉയർന്നു. പക്ഷേ പിന്നിലോട്ടേക്ക് നോക്കുവാനുള്ള ധൈര്യം അവർക്ക് ആർക്കുമില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. കുതിരപ്പുറത്തിരുന്നു കൊണ്ട് ഒരു കൂട്ടം യോദ്ധാക്കൾ ഇന്ദ്രചൂടനും സംഘത്തിന് മുന്നിലായി വന്നു നിന്നു. പുറകിലായി തങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ചീറ്റപ്പുലി കൂട്ടങ്ങളെ കണ്ട ആ യോദ്ധാക്കൾ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന വാളും പരിചയും മറ്റു അനുബന്ധ ആയുധങ്ങളും വെച്ച് അവയെ ചെറുത്തു. കുറച്ചു സമയങ്ങൾക്കകം തന്നെ ആ വന്യമൃഗങ്ങൾ പിന്തിരിഞ്ഞോടുകയും ചെയ്തു. ഇത് കണ്ടതോടെ ഇന്ദ്രചൂടനും സംഘത്തിനും സമാധാനമായി. നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? ഈ വന്യമൃഗങ്ങൾ ഇത്രയും രൗദ്രമായി നിങ്ങൾ ആക്രമിക്കണമെങ്കിൽ ഒരു കാരണമുണ്ടായിരിക്കും. പറയൂ, സത്യം മാത്രമേ പറയൂ. ഗാംഭീര്യം നിറഞ്ഞ ആ ശബ്ദത്തിന്റെ ഉടമയെ ഇന്ദ്രചൂടനും സംഘവും കുറച്ചു നിമിഷം നോക്കിക്കൊണ്ടിരുന്നു പോയി. ആരോഗ്യ ദൃഢഗാത്രനായ ചന്ദനത്തിലകം ചാർത്തിയ നെറ്റിയും ശരീരത്തെ മാറ്റൊലി കൊള്ളിക്കുന്ന ആടയാഭരണങ്ങളും എല്ലാം കൂടിയായപ്പോൾ അദ്ദേഹം തിരുവിതാംകൂർ ചക്രവർത്തിയാണെന്ന് മനസ്സിലാക്കാൻ ഇന്ദ്രചൂടനും സംഘത്തിനും അധിക സമയം വേണ്ടി വന്നില്ല. തിരുമനസേ, ഞങ്ങൾ ദൂരദേശത്തു നിന്ന് വരികയാണ്. അങ്ങയുടെ സംശയം ശരിയാണ്. ഈ വന്യമൃഗങ്ങൾ നമ്മളെ ഇത്രയും ക്രൂരമായി ആക്രമിക്കുവാൻ കാരണമുണ്ട്. തുടർന്ന് ഇതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും അടിമുടി തെറ്റാതെ ഇന്ദ്രചൂടൻ ചക്രവർത്തിക്ക് സമക്ഷം പറഞ്ഞു കേൾപ്പിച്ചു. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ചക്രവർത്തി ഇന്ദ്രചൂടനും സംഘത്തിനോടൊപ്പം തന്റെ വിശ്വസ്തരായ സേനാപതിമാരെയും തേവല്ലശ്ശേരി നമ്പിയുടെ ഭവനത്തിലേക്ക് അനുഗമിക്കാൻ ഉത്തരവ് നൽകി. അതിനെ തുടർന്ന് ചക്രവർത്തിയെ തൊഴുകൈയോടെ പ്രണമിച്ച ശേഷം ഇന്ദ്രചൂടനും സംഘവും ചെങ്ങന്നൂർ ക്ഷേത്രം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഇതേ സമയം തേവല്ലശ്ശേരി താൻ ഭവനത്തിൽ ഉമ്മറത്തെ ചാരുകസരിൽ തേവല്ലശ്ശേരി ദാമോദരന്റെ ജ്യേഷ്ഠൻ ഇരിക്കുകയാണ്. മനസ്സിൽ എന്തോ ഒരു അങ്കലാപ്പ് അയാൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോഴേക്കും പുറത്തുനിന്ന് കാക്കയുടെ വിളിയും ഉയർന്നു. അമ്മ, വിരുന്നുകാരുണ്ടെന്ന് തോന്നുന്നു. ആ തണുത്ത സംഭാരം തയ്യാറാക്കുക. ഇതും പറഞ്ഞ അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് പടിവാതിൽ നോക്കി നിന്നു. സമയം ഒരുപാടെടുത്തില്ല. ഒരു സംഘം ആളുകളും രാജമുദ്രയുള്ള ചില സൈനാധിപന്മാരും പടിവാതിൽ കടന്നു വരികയാണ്. പുറത്ത് സ്വർണകിരണങ്ങൾ അതിന്റെ തീക്ഷ്ണതയിൽ ജ്വലിക്കുകയാണ്. അകത്ത് വരിക, അല്പം സംഭാരം പാനം ചെയ്യാം. അദ്ദേഹം പറഞ്ഞു തീരും മുമ്പ് തന്നെ അമ്മ എല്ലാവർക്കുമായി സംഭാരം ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. അമ്മ, നമ്പി എവിടെ? വിളിക്ക, അവനെ കൊണ്ടുപോകാനാ ഇവർ വന്നിരിക്കുന്നത്.
ഇത് കേട്ട് ഇന്ദ്രചൂടനും സംഘവും അക്ഷരം പ്രതി ഞെട്ടിപ്പോയി. തങ്ങൾ ഉണർത്തിക്കാൻ വന്ന കാര്യം അദ്ദേഹം തന്റെ അകമനസ്സാൽ അറിഞ്ഞിരിക്കുന്നു. എന്നാൽ തേവലശ്ശേരി കുടുംബത്തെ നന്നായി അറിയാവുന്ന തിരുവിതാംകൂർ സേനാധിപതിമാർക്ക് ഇതൊരു വലിയ കാര്യമായി തോന്നിയില്ല. അപ്പോഴേക്കും ഉമ്മറത്തേക്ക് ഒരു ചെറുബാലൻ നടന്നു വരികയാണ്. കുട്ടിത്തം കളിയാടുന്ന മുഖത്ത് നോക്കിക്കൊണ്ടിരുന്ന ഇന്ദ്രചൂടൻ, തമ്പ്രാൻ വേണ്ട, ഈ കൊച്ചു പൈതലിനെ നമ്മളോടൊപ്പം അയക്കണ്ട. ആ യക്ഷിയുടെ മുന്നിൽ ഈ പൈതലിനെ തള്ളിവിടുന്നത് ഘോര പാപം. അതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. കണ്ണുനീര് തുടച്ചുകൊണ്ട് ഇന്ദ്രചൂടൻ പറഞ്ഞു നിർത്തി. അങ്ങെന്ത് പറഞ്ഞാലും ഞാൻ നിങ്ങളോടൊപ്പം വരിക തന്നെ ചെയ്യും. അത് എന്റെ നിയോഗം. അതും പറഞ്ഞ് തേവലശ്ശേരി നമ്പി തന്റെ കയ്യിൽ കരുതിയിരുന്ന തുണി സഞ്ചിയും എടുത്ത് അവരോടൊപ്പം യാത്ര പോകുവാൻ തയ്യാറായി. വരുന്നു. ഇത് പറഞ്ഞ് ജ്യേഷ്ഠൻ മനയിലെ പൂജാമുറി ലക്ഷ്യമാക്കി ഉള്ളിലേക്ക് പോയി. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇതേ സമയത്ത് പുറത്തു പക്ഷികൾ നിർത്താതെ ചിലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴുത്തിൽ അണിഞ്ഞോളൂ. ഭഗവതിയുടെ ത്രിടമ്പോളം ചൈതന്യമുള്ളതാണിത്. കാരണവശാലും കഴുത്തിൽ നിന്ന് ദൂരരുത്. നോം പറഞ്ഞത് ഉണ്ണിക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? അതുമാത്രമല്ല, അവളുടെ ശക്തി ഭഗവതിയാണ്. അതിനെ ആദ്യം ക്ഷയിപ്പിക്കണം. അതിന് ഭഗവതിയെ നമ്മൾ പ്രീതിപ്പെടുത്തണം, അനുഗ്രഹം നേടണം. പോകുന്ന പാതയിൽ പല ആപത്തുകളും വരാം. തളരരുത്, മുന്നോട്ടേക്ക് തന്നെ യാത്ര ചെയ്യുക. നോം, നീ തിരിച്ചു വരുന്നതുവരെ ഭഗവതിയെ സേവിച്ച് നിലവറയിൽ തന്നെ ഉണ്ടാക്കും. അപ്പോഴേക്കും മച്ചിലിരുന്ന ഒരു ഗൗളി ചിലച്ചു. ജ്യേഷ്ഠന്റെയും അമ്മയുടെയും കാലുതൊട്ട് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ദാമോദരൻ നമ്പി ഇന്ദ്രചൂടനും സംഘത്തോടൊപ്പം യാത്ര തിരിച്ചു. പോകുന്ന വഴി പല ശക്തികളും അവരുടെ യാത്രയെ മുടക്കുവാൻ ശ്രമിച്ചെങ്കിലും അതിനെയെല്ലാം തേവലശ്ശേരി നമ്പി തന്റെ മന്ത്രജാല വിദ്യയിലൂടെ വിഫലമാക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവർ ഒരു പൗർണമി നാളിൽ ദേശത്ത് വന്നെത്തുകയും ചെയ്തു. ആ കൊച്ചു ബാലനെ കണ്ട ദേശക്കാർ ഒന്നടങ്കം ഞെട്ടി. ഓമനത്വം തിളങ്ങുന്ന ആ കുഞ്ഞു ബാലൻ എങ്ങനെ ആ രക്തരക്ഷസിനെ നേരിടും എന്നായി ആ ദേശക്കാരുടെ ചിന്ത. ഇത് മനസ്സിലാക്കിയെന്നോളം തേവലശ്ശേരി നമ്പി, നിങ്ങൾ ഓരോരുത്തരുടെ മുഖത്ത് ചാലിച്ചിരിക്കുന്ന ഉത്കണ്ഠ നാം മനസ്സിലാക്കിയിരിക്കുന്നു. കരിങ്കല്ല് എത്ര ശക്തമാണെങ്കിലും അതിനെ തകർക്കാൻ ഒരു ഉള്ളി തന്നെ ധാരാളം. അതുകൊണ്ട് ആരും വ്യസനിക്കേണ്ടതില്ല. എല്ലാം നാം നോക്കിക്കൊള്ളാം. ഇത് കേട്ടതോടെ അവിടെ കൂടിയിരുന്നവരുടെ ഭയവും ഉത്കണ്ഠയും എല്ലാം വിട്ടുമാറിയിരിക്കുന്നു. ദാമോദരൻ നമ്പി ഒട്ടും സമയം കളയാതെ ഭഗവതി ഭദ്രകാളിയെ പ്രീതിപ്പെടുത്താനുള്ള പൂജ ആരംഭിച്ചു. ആ ബാലന് തുണയായും രക്ഷകരായും ആ ദേശത്തെ എല്ലാ മനുഷ്യരും ആ ബാലന് ചുറ്റും ഒരു വേലി കണക്കെ നിന്നു. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുവാൻ തുടങ്ങി. മാനത്ത് ഇടിമുഴക്കങ്ങൾ കേട്ടു തുടങ്ങി. അതിന് കൂട്ടായി പേമാരി കണക്കി മഴ ചൊരിയുവാനും ആരംഭിച്ചു. ശക്തമായ കാറ്റുമൂലം പല വൃക്ഷങ്ങളും കടപുഴകി വീണു. എന്നാൽ തേവലശ്ശേരി നമ്പിയുടെ മന്ത്രശക്തിയാൽ ആ ദേശത്ത് ഒരു ഇല പോലും അനങ്ങിയില്ല. ഒരു തുള്ളി മഴവെള്ളം പോലും ആ ദേശത്തിന്റെ മണ്ണിൽ പതിച്ചില്ല. ഇതെല്ലാം കണ്ട ജനങ്ങൾക്ക് ആ വന്നിരിക്കുന്ന ബാലൻ നിസ്സാരക്കാരനല്ലെന്ന് ബോധ്യമായി. ഒറ്റമുലച്ചയുടെ അട്ടഹാസങ്ങൾ ഉയർന്നു. ഇത് കേട്ട ജനങ്ങൾ ഭയത്താൽ വിറച്ചു. എങ്ങും ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു. പക്ഷെ ഇതൊന്നുകൊണ്ടും തേവലശ്ശേരി നമ്പി കുലുങ്ങിയില്ല. മുഖത്ത് ചെറു പുഞ്ചിരി വരുത്തിക്കൊണ്ട് താൻ സ്വയക്തമാക്കിയ മന്ത്രവാദവുമായി ബന്ധപ്പെട്ട മോഹനം, സ്തംഭനം, ബന്ധനം, മാരണം, വിദ്വേഷണം, വശീകരണം, ആകർഷണം, ഉച്ചാടനം എന്നീ എല്ലാം ഉപയോഗപ്പെടുത്തി പൂജ തന്ത്രമന്ത്ര വിദ്യ തുടങ്ങിക്കൊണ്ടിരുന്നു. ഇതേ സമയം വനത്തിൽ നിന്നും പല വന്യമൃഗങ്ങളും ആ ദേശത്തിന്റെ ഉള്ളിൽ കടക്കുകയും ദാമോദരൻ നമ്പിയുടെ പൂജയ്ക്ക് വിഘ്നം വരുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. എങ്കിലും അവിടെ കൂടിയിരുന്ന ജനങ്ങൾ ധീരതയോടെ അവയ്ക്ക് നേരെ പോരാടി. മാനത്ത് കാക്കകൾ വട്ടമിട്ട് പറക്കുകയും ആ ബാലന് നേരെ ആക്രമിക്കാൻ പാഞ്ഞെടുക്കുകയും ചെയ്തു. പക്ഷേ കണ്ണാൽ കാണാൻ സാധിക്കാത്ത ഒരു കവചം ആ ബാലൻ ചുറ്റുമുള്ളത് കൊണ്ട് അവയ്ക്ക് ആ പിഞ്ചു കുഞ്ഞിനെ വേദനിപ്പിക്കുവാൻ സാധിച്ചില്ല. ഇനിയും തുടർന്നാൽ തനിക്ക് ആപത്തുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഒറ്റമുലച്ചി കോപാകുലയായി വനത്തിന്റെ പുറത്തേക്ക് വന്നു. ആ ബാലന് നേരെ അലറി വിളിച്ചുകൊണ്ട് പാഞ്ഞെടുത്തു. ഒറ്റമുലച്ചിയുടെ ആ ഭീകര രൂപം കണ്ട് ഇത്ര നേരം വന്യമൃഗങ്ങളോട് പോരാടിയ മനുഷ്യർ ഭയത്താൽ ദേശത്തിന്റെ 4 ദിക്കിലേക്ക് പോയി ഒളിഞ്ഞു. എന്നാൽ ഇതൊന്നും കൊണ്ടും തേവലശ്ശേരി നമ്പി കർമ്മപൂജ നിർത്തിയതേയില്ല.
ആ മന്ത്രവാദ കർമ്മത്തിന്റെ ഫലമായി ഒറ്റമുലച്ചിയുടെ ബലം ക്ഷയിക്കുവാൻ തുടങ്ങി. അതുവരെ നേടിയെടുത്ത മന്ത്രതന്ത്രജാല വിദ്യകൾ ഒറ്റമുലച്ചി ഞൊടിയിടയ്ക്കുള്ളിൽ മറന്നു പോവുകയും ചെയ്തു. പതിയെ ശരീരത്തിൽ വാർദ്ധക്യം ബാധിച്ചു തുടങ്ങി. ഇത് കണ്ട ജനങ്ങൾ ഒറ്റമുലച്ചിക്ക് നേരെ കൊല്ലുവാൻ പാഞ്ഞെടുത്തു. എന്നാൽ അതിനെ തടഞ്ഞുകൊണ്ട് ദേവലശ്ശേരി നമ്പി മുന്നോട്ടേക്ക് വന്നു. നീ എന്ത് വിചാരിച്ചു? എന്നെ തടയാൻ സാധിക്കുമോ? ഇല്ല ഇല്ല, നിന്നെ കൊണ്ട് എന്നെ സാധിക്കില്ല. നിന്നെ കൊണ്ട് അതിനെ സാധിക്കില്ല. ഞാൻ നിന്നെ ശപിക്കുന്നു. നിന്നോടൊപ്പം നിന്റെ കുലം മുടിയും, സർവനാശം സംഭവിക്കും. അങ്ങനെ ഒരുപാട് ശാപവാക്കുകൾ ഒറ്റമൊലിച്ച് തേവലശ്ശേരി നമ്പിക്ക് നേരെയും ആ ദേശത്തിലെ ജനങ്ങൾക്ക് നേരെയും തൊടുത്തുവിട്ടു. അവസാനം മാനത്ത് നിന്നും ഒരു മിന്നലൊളി ഒറ്റമൊലിച്ചുടെ ശരീരത്തിൽ വന്ന് പതിക്കുകയും ഒരു നീല വെളിച്ചത്തോടെ ആ ശരീരം ഭസ്മമാവുകയും അവിടെ വീശിയ കാറ്റിൽ അത് അലിഞ്ഞു ചേർന്ന് വനത്തിന്റെ ഏതോ ദിക്കിൽ പോയി മറയുകയും ചെയ്തു. മഴ നിലച്ചിരിക്കുന്നു. ശക്തമായി വീശിക്കൊണ്ടിരുന്ന കാറ്റ് അവസാനിച്ചു. എങ്ങും പാലപ്പൂവിന്റെ സുഗന്ധം മാത്രം. ദൂരെ നിന്നും ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ദിവ്യനായ സന്യാസി തന്റെ യാത്ര തുടർന്നു. പല ദേശത്തും പോയി അവിടെ കണ്ടവരോടെല്ലാം ഒറ്റമുലച്ചിയുടെ ജീവിതകഥ വിവരിച്ചു. അങ്ങനെ ഒരു പാട്ടിന്റെ താളത്തിൽ മലയാളക്കരയിൽ ഒറ്റമുലച്ചിയുടെ കഥ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ കടന്നുപോയി. ഈ 21-ാം നൂറ്റാണ്ടിൽ ഞാനെന്ന ആത്മാവ് ആ കർത്തവ്യം നിർവഹിക്കുകയാണെന്ന് മാത്രം.